മൊഡ്യൂൾ 5-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മുടെ നീറ്റ് അതുപോലെ തന്നെ JEE പരീക്ഷകൾക്കൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ ഡൈനാമിക്സ്. നമുക്ക് വളരെ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചാപ്റ്റർ കൂടിയാണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു സിസ്റ്റം, ഇത് നമ്മൾ എന്താണ് വ്യത്യാസം എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ബോഡിയെ അതിൻ്റെ മാസ് ഒരു ഫൈനൈറ്റ് മാസ് ഉണ്ട്, എന്നാൽ അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറോ സൈസോ ഒന്നും നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ നമുക്കതിനെ ഒരു പാർട്ടിക്കിളായി കണക്കാക്കാം. ഒരു വലിയ ബോഡി ആണെങ്കിൽ കൂടിയും അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ലെങ്കിൽ അയാളുടെ മെക്കാനിക്സിനെ കുറിച്ച് പറയുമ്പോൾ, മോഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അയാൾ ഒരു പോയിൻ്റ് ഓബ്ജക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളായി നമുക്കതിനെ കണക്കാക്കാം. ഇനി ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ആകുമ്പോഴേക്കും അതിനകത്ത് കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും. കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് മാത്രമല്ല, ആ പാർട്ടിക്കിൾസ് പരസ്പരം ഇൻട്രാക്ഷൻ കൂടി ഉണ്ടാവും. എങ്കിൽ നമ്മൾ ആ കളക്ഷനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ രണ്ട് ടേമുകൾ, ഒന്ന് ഇതാണ് പാർട്ടിക്കിൾ, രണ്ടാമത്തേത് സിസ്റ്റം. അപ്പോൾ പാർട്ടിക്കിളിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ കുറിച്ചൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, ഒരു പാർട്ടിക്കിൾ മൂവിങ് ഫ്രം A to B, ഒരു പാർട്ടിക്കിൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു. വെൻ എ ഫോഴ്സ് F ആക്റ്റഡ് അപ്പോൺ ദിസ്, ഒരു ഫോഴ്സ് F അപ്ലൈ ചെയ്തപ്പോൾ ബോഡി എയിൽ നിന്ന് ട്രാവൽ ചെയ്ത് ബിയിലേക്ക് എത്തി. ഈ ബോഡിയുടെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ കുറിച്ചോ അതിൻ്റെ ഇൻറ്റേർണലിയുള്ള സ്ട്രക്ചറിനുണ്ടാകുന്ന ഫോഴ്സിനനുസരിച്ചുണ്ടാകുന്ന ചേഞ്ചുകളെ കുറിച്ചോ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഈ ബോഡിയെ നമ്മളൊരു സിംഗിൾ പോയിന്റ് ആയിട്ട് മാത്രമേ കണക്കാക്കുന്നുള്ളൂ. സെൻറ്റർ ഓഫ് മാസ്, സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു പാർട്ടിക്കിളിനെ കുറിച്ച് പറഞ്ഞു, സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാകും, അതിനകത്ത് ഒരുപാട് മാസ് പോയിന്റുകൾ ഉണ്ടാവും. അപ്പോൾ അവർ തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ടാകും, ഇന്റർ മോളിക്യുലാർ ഫോഴ്സുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ആ ഒരു സിസ്റ്റം മൂവ് ചെയ്തു പോകുമ്പോൾ അയാളുടെ മെക്കാനിക്സിനെ കുറിച്ച് നമുക്ക് പറയണമെങ്കിൽ ആ വലിയ സിസ്റ്റത്തെ, ആ വലിയ ബോഡിയെ നമുക്കൊരു ചെറിയ പോയിന്റ് മാസായി കൺസിഡർ ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ നോക്കി, നമുക്കിവിടെ ഒരു വലിയ സിസ്റ്റം ഉണ്ടെന്ന് കരുതുക. ഈ സിസ്റ്റത്തിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആ മാസ് പാർട്ടിക്കിൾസ് പരസ്പരം ഇന്റർമോളിക്യുലാർ ഫോഴ്സ് ഒക്കെ എക്സേർട്ട് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഈ ബോഡി മൂവ് ചെയ്യുമ്പോൾ ഇതിനെ ഒരു സിംഗിൾ പാർട്ടിക്കിളായി അസ്യൂം ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ മെക്കാനിക്സിനെ കുറിച്ച് പറയാൻ എളുപ്പമായിരിക്കും. മറ്റൊന്നിനെ കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അയാളുടെ ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, ടൈം, ആക്സിലറേഷൻ, ഇതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നോക്കി, ഈ ബോഡിക്ക് ഒരുപാട് മാസ് പാർട്ടിക്കിൾസ് ഉണ്ട്, എന്നാൽ ഇതിൻ്റെ എൻറ്റയർ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായി നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് മാസ്. അപ്പോൾ നോക്കി, ഇത്രയും വലിയൊരു സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നതെങ്കിൽ ഈ ബോഡിയുടെ മൂവ്മെന്റിന് ഇക്വലന്റ് ആയിരിക്കും ഈ സെന്റർ ഓഫ് മാസിന്റെ മൂവ്മെന്റ്. അപ്പോൾ ഈ ബോഡിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആർക്കും അപ്ലൈ ചെയ്യാം. ഈ സെന്റർ ഓഫ് മാസിന്റെ കേസിലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സെന്റർ ഓഫ് മാസ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ എത്ര വലിയ സിസ്റ്റം ആണെങ്കിലും അതിന് നമുക്കൊരു സിംഗിൾ മാസ് പോയിന്റിലേക്ക് നമുക്കതിനെ ചുരുക്കുന്നതിന് സാധിക്കും. അപ്പോൾ അതിൻ്റെ മെക്കാനിക്സിനെ കുറിച്ച് നമുക്ക് പറയാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി എങ്ങനെയാണ് ഒരു ബോഡിയുടെ സെന്റർ ഓഫ് മാസ് കണ്ടെത്തുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി ചില റെഗുലർ ഷേപ്പുള്ള, ചില കൃത്യമായ ഷേപ്പുള്ള ബോഡികളാണെങ്കിൽ അവരുടെ സെന്റർ ഓഫ് മാസ് എവിടെയായിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും സാധിക്കും. ഒരു ഉദാഹരണത്തിന് നമുക്കറിയാം, ഒരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഒരു സ്ക്വയർ ലാമിന. ആ സ്ക്വയർ ലാമിനെ നമുക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് മാസ് പാർട്ടിക്കിൾസിനെയും നമുക്ക് ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മൾ പലപ്പോഴും അതിനെ ഒരു വിരലിൽ ബാലൻസ് ചെയ്യാറുണ്ട്, ഒരു ബുക്കിനെ. ശരിയല്ലേ? അപ്പോൾ ഈ ബോഡിയുടെ എൻറ്റയർ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് അവിടെ ഉള്ളത് കൊണ്ടാണ് അയാളുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഫോഴ്സ് ആ പോയിന്റിലൂടെ ആക്ട് ചെയ്തതും നമുക്കതിനെ ബാലൻസ് ചെയ്യാനായി കഴിഞ്ഞതും. അപ്പോൾ ചില റെഗുലർ ബോഡികളും അവരുടെ സെൻറ്റർ ഓഫ് മാസും എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ റെഗുലർ ഷേപ്പുള്ള ബോഡികളാണെങ്കിൽ വളരെ ഈസിയാണ്. ഒന്നാമത്തെ കണ്ട ഒരു ലോങ് തിൻ റോഡ് ആണെങ്കിൽ ഇതിൻ്റെ എക്സാക്ട് മിഡിൽ പോയിന്റ് ആയിരിക്കും നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അതൊരു റെഗുലർ ഷേപ്പുള്ള ബോഡി ആണെങ്കിൽ അതിൻ്റെ എക്സാക്ട് സെൻറ്ററിൽ തന്നെയായിരിക്കും അതിൻ്റെ എൻറ്റയർ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ഇതൊരു തിൻ സർക്കുലർ റിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ സർക്കുലർ റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയെന്ന് ചോദിച്ചാൽ ജിയോമെട്രിക്കൽ സെൻറ്റർ ഓഫ് ദ റിംഗ് ആണ്. ഈ റിങ്ങിൻ്റെ എക്സാക്ട് സെൻറ്ററിലായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക. അടുത്ത് നമ്മൾ നോക്കിയാൽ ഒരു സർക്കുലർ ഡിസ്കിൻ്റെയും സെൻറ്റർ ഓഫ് മാസ് എവിടെയാണ്? ജിയോമെട്രിക് സെൻറ്ററിൽ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഈ റിങ്ങിൻ്റെ എവിടെയായിരുന്നു? റിങ്ങിൻ്റെ ഇവിടെയാണ് സെൻറ്റർ ഓഫ് മാസ്. ശരിക്കും അവിടെ മാസ് ഉണ്ടോ?
റിംഗ് ആകുമ്പോൾ മാസ് അതിൻ്റെ ഈ റിമ്മിൽ മാത്രമല്ലേ ഉണ്ടാവും. അപ്പോൾ നോക്കി ശരിക്കും ഇവിടെ മാസ് പാർട്ടിക്കിൾസ് ഒന്നും ഇല്ലെങ്കിലും നമുക്കിവിടെ ഒരു പോയിന്റ് അസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും സെൻറ്റർ ഓഫ് മാസായി. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന പോയിന്റ് എപ്പോഴും റിയൽ പോയിന്റ് ആകണമെന്ന് നിർബന്ധമില്ല, അത് ഇമാജിനറി പോയിന്റും ആകാം. റിങ്ങിൻ്റെ കേസിൽ അത് സെൻറ്ററാണ്, പക്ഷേ അവിടെ മാസ് ഇല്ല, അതുകൊണ്ട് തന്നെ അതൊരു ഇമാജിനറി പോയിന്റ് ആയിരിക്കും. അതേസമയം നമ്മൾ ഡിസ്ക് നോക്കുകയാണെങ്കിലോ, ഡിസ്ക് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെല്ലാം മാസ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലെല്ലാം മാസ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എക്സാക്ട് സെൻറ്റർ തന്നെയാണ് നമ്മുടെ സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ അതൊരു റിയൽ പോയിന്റ് ആണ്. അപ്പോൾ ഓർക്കുക, സെൻറ്റർ ഓഫ് മാസ് റിയൽ ആകാം, ഇമാജിനറി ആകാം. അടുത്തുണ്ട് റെക്റ്റാങ്കുലർ ലാമിന. നമ്മൾ പറഞ്ഞു നോട്ട്ബുക്കിൻ്റെ കേസ് പറഞ്ഞു, നമ്മൾ ഈ നോട്ട്ബുക്കിൻ്റെ സെൻറ്ററിൽ നമ്മുടെ വിരൽ ഉപയോഗിച്ച് നമുക്ക് അതിനെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെയാണോ ആ പോയിന്റിലായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക. അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക്, അവിടെയും നമുക്ക് അതിൻ്റെ ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റിലായിരിക്കും നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക. അടുത്ത ബോഡി നോക്കാം, ഒരു സിലിണ്ടർ. അപ്പോൾ സിലിണ്ടറിൻ്റെ ആക്സിസ് നമ്മൾ സാധാരണ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ആക്സിസിൻ്റെ സെൻറ്റർ എവിടെയാണോ അവിടെ തന്നെയായിരിക്കും നമ്മുടെ സിലിണ്ടറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക. ഇനി കണ്ട സോളിഡ് ഓർ ഹോളോസ്ഫിയർ, സോളിഡ് ആയാലും ഹോളോ ആയാലും ദാ ഇവിടെ തന്നെയാണ് അതിൻ്റെ എക്സാക്ട് ജോമെട്രിക്കൽ സെൻറ്ററിൽ തന്നെയായിരിക്കും സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക. ഇനി ഒരു ട്രയാങ്കുലർ ലാമിന. ട്രയാങ്കുലർ ലാമിന കണ്ടോ, അതിൻ്റെ മീഡിയൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യണം. മീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ വെർട്ടെക്സിൽ നിന്ന് നമ്മളിങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ ഈ മീഡിയൻസ് എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക. ഇനി അതൊരു റൈറ്റ് സർക്കുലർ കോൺ ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ നമ്മളൊന്ന് ഓർത്തിരിക്കണം. റൈറ്റ് സർക്കുലർ കോൺ ആണെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. അത് h/4 ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് h/4 ഡിസ്റ്റൻസ് മുകളിലായിരിക്കും. ആ ഹൈറ്റ് h ആണെങ്കിൽ ബേസിൽ നിന്ന് h/4 ഹൈറ്റ് മുകളിലായിരിക്കും. നമ്മൾ കോർഡിനേറ്റിൻ്റെ ടേംസിൽ എഴുതുവാണെങ്കിൽ അത് ഇങ്ങനെ എഴുതാം: x കോർഡിനേറ്റ് 0, y കോർഡിനേറ്റ് h/4, z കോർഡിനേറ്റ് 0. ഇതായിരിക്കും അയാളുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ. 2 പാർട്ടിക്കിൾസ് മാത്രം ഉൾപ്പെടുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ, ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എങ്ങനെ നമുക്ക് കണക്കാക്കാം എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ ഇവിടെ ഒരു പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു പൊസിഷൻ കോർഡിനേറ്റ്, നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഇവിടെ വരയ്ക്കുകയാണ്. ഇവിടെ നമുക്ക് 2 പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കരുതുക. ഒന്നാമത്തെ പാർട്ടിക്കിൾ, ഇത് രണ്ടാമത്തെ പാർട്ടിക്കിൾ. ഈ പാർട്ടിക്കിൾസിൻ്റെ മാസ് ഇങ്ങനെയാണ്. ഇത് m1, ഇയാളുടെ മാസ് m2 ആണ്. അപ്പോൾ ഇവരുടെ പൊസിഷൻ വെക്റ്റർ നമുക്ക് വേണം. പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഒറിജിനുമായി കണക്ട് ചെയ്യുന്ന ലൈൻ എന്നാണ്. അപ്പോൾ നമ്മുടെ m1നെ നമ്മൾ ഓയുമായിട്ട് കണക്ട് ചെയ്തു, അതുപോലെ m2വിനെയും നമ്മൾ ഓയുമായി കണക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ പൊസിഷൻ വെക്റ്റേഴ്സ് ഇങ്ങനെയാണ്. m1ൻ്റെ പൊസിഷൻ വെക്റ്റർ r1, അതുപോലെ m2വിൻ്റെ പൊസിഷൻ വെക്റ്റർ r2മാണ്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ നോക്കി, m1ഉം m2ഉം കൂടി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കിവിടെ ഉള്ളത്. ഒരു സിസ്റ്റം, ഇതൊരു ഡയറ്റോമിക് മോളിക്യൂൾ ആവാം. ഇവിടെ കണ്ടോ 2 ആറ്റംസ് ആണുള്ളത്, 2 മാസ് പാർട്ടിക്കിൾസ് മാസുകൾ m1 m2. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഈ 2 പേരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പോയിന്റിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും. ഇതിനെ നമുക്ക് തൽക്കാലം സെൻറ്റർ ഓഫ് മാസായി കണക്കാക്കാം. അങ്ങനെയെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ് r. സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്റ്റർ r ആണ്. അപ്പോൾ കൺസിഡർ 2 masses m1 and m2 having position vectors r1 and r2. Let their center of mass be here and which is r distance away from O. അല്ലെങ്കിൽ പൊസിഷൻ വെക്റ്റർ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് വെക്റ്റർ r. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നത് ഇങ്ങനെയാണ്: RCM വായിക്കുന്നത് പൊസിഷൻ വെക്റ്റർ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഈക്വൽ ടു ഇക്വേഷൻ ഇങ്ങനെ m1r1 പ്ലസ് m2r2 ഹോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇവിടുത്തെ r1 r2 എന്ന് പറയുന്ന പൊസിഷൻ വെക്റ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് വെക്റ്റർ നൊട്ടേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ 2 പാർട്ടിക്കിൾസ് മാത്രമുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ കോർഡിനേറ്റ്സിൻ്റെ ടേംസിലാണെങ്കിൽ നമുക്ക് എഴുതാം. ഈ സെൻറ്റർ ഓഫ് മാസിന് ഒരു കോർഡിനേറ്റ് ഉണ്ടാവുമല്ലോ, അതായത് ഒരു x കോർഡിനേറ്റും y കോർഡിനേറ്റും. അപ്പോൾ നമ്മുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ: m1x1 പ്ലസ് m2x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ആരാണ് ഈ x1 x2? നമുക്കറിയാം m1 എന്ന് പറയുന്ന പാർട്ടിക്കിളിൻ്റെ കോർഡിനേറ്റ് x1 y1, അതുപോലെ m2വിൻ്റെ കോർഡിനേറ്റ് x2 y2 ആണ്. അതുപോലെ നമുക്ക് എഴുതാം പൊസിഷൻ വെക്ടറിൻ്റെ y കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ m1 y1 പ്ലസ് m2 y2
ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ മാസ് m1 പ്ലസ് m2. ഇതുപോലെ നമുക്ക് ഇസഡ് കോർഡിനേറ്റ് വേണമെങ്കിൽ അതും കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഇങ്ങനെ വരും m1 z1 പ്ലസ് m2 z2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അപ്പോൾ 2 പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് കണ്ടെത്തേണ്ട ഇക്വേഷൻ ഇങ്ങനെയാണ്. RCM ഈക്വൽ ടു പൊസിഷൻ വെക്ടർ ഈക്വൽ ടു m1 r1 പ്ലസ് m2 r2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അപ്പോൾ 2 പാർട്ടിക്കിൾസ് m1 m2 ആണ്. അവരുടെ പൊസിഷൻ വെക്ടേഴ്സ് r1 r2 ആണെങ്കിൽ പൊസിഷൻ വെക്ടർ നമുക്കറിയാം m1 r1 പ്ലസ് m2 r2 ബൈ m1 പ്ലസ് m2. അങ്ങനെയെങ്കിൽ ഒരു n പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിലോ 2 പാർട്ടിക്കിൾസ് അല്ല n പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ പാർട്ടിക്കിൾസിന്റെ മാസ് ഇങ്ങനെയാണ് m1 m2 m3 എക്സെട്ര അപ് ടു mn. അതുപോലെ അവരുടെ പൊസിഷൻ വെക്ടേഴ്സ് r1 r2 r3 ഇങ്ങനെ അപ് ടു rn വരെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? m1 r1 പ്ലസ് m2 r2 പ്ലസ് എക്സെട്ര പ്ലസ് mn rn. അതുപോലെ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് എക്സെട്ര പ്ലസ് mn വരെ പോകും. ശരിയല്ലേ? 2 പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ m1 r1 പ്ലസ് m2 r2 ബൈ m1 പ്ലസ് m2. അങ്ങനെ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത്രയും ടേംസ് പോകും ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. അപ്പോൾ നമുക്കതിനെ സിഗ്മ ഉപയോഗിച്ച് ഇങ്ങനെ എഴുതാം mi/ri ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. സിഗ്മ i ഈസ് ഈക്വൽ ടു 1 to n ആയിരിക്കും. അപ്പോൾ ഒരു 3 ഡയമെൻഷണൽ സ്പേസിലാണ് നമുക്ക് ഈ സെൻറ്റർ ഓഫ് മാസ് കണ്ടെത്തേണ്ടതെങ്കിൽ അവിടെ x കോർഡിനേറ്റ്, y കോർഡിനേറ്റ്, z കോർഡിനേറ്റ് ഉണ്ടാവും. നമുക്കറിയാം x, y, z കോർഡിനേറ്റ് കണ്ടെത്താൻ നമുക്കറിയാവുന്ന ഫോർമുല തന്നെ. അവിടുത്തെ പൊസിഷൻ വെക്ടർ r ന് പകരം x കോർഡിനേറ്റ് കൊടുത്താൽ നമുക്ക് x കിട്ടും. y കോർഡിനേറ്റുകളാണ് കൊടുക്കുന്നതെങ്കിൽ y കിട്ടും. z കോർഡിനേറ്റുകളാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ z കിട്ടും. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ മൂവ് ചെയ്യുന്ന ഈ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി കണ്ടെത്തുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റം, ആ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ മാസുകൾ m1 m2. അങ്ങനെയെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ എന്തായിരുന്നു? സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ RCM എന്ന് പറയുന്നത് m1 r1 പ്ലസ് m2 r2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അപ്പോൾ ഇത് പൊസിഷൻ വെക്ടർ ആണെങ്കിൽ നമുക്കറിയാം പൊസിഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും. അങ്ങനെയെങ്കിൽ വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ റൈറ്റ് സൈഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മാസ് കോൺസ്റ്റൻറ്റ് m1, ഡെറിവേറ്റീവ് ഓഫ് r1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി ആയിട്ട് മാറും v1, പ്ലസ് സെക്കൻഡ് ടേം m2 ഇൻറ്റു r2, വെക്ടർ r2ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് v2 കിട്ടും വെലോസിറ്റി, ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അപ്പോൾ ഓർക്കുക, ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഫോർമുല എങ്ങനെയാണ്? m1 v1 പ്ലസ് m2 v2 ബൈ m1 പ്ലസ് m2. ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ പൊസിഷൻ വെക്ടറിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ നമുക്കിതിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം? സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതിയാകും. അങ്ങനെയെങ്കിൽ ആക്സിലറേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ക്യാൻ ബി റിട്ടൺ ആസ്, എങ്ങനെ എഴുതാം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ m1 m2 കോൺസ്റ്റൻ്റ് ആണ്, വെലോസിറ്റികളുടെ ഡെറിവേറ്റീവ് ആക്സിലറേഷനായി മാറും. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ m1 a1 പ്ലസ് m2 ഇൻറ്റു v2ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ a2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അപ്പോൾ ഇവിടെ നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആക്സിലറേഷനും കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ കണ്ടെത്താൻ ഫോർമുല m1 r1 പ്ലസ് m2 r2 ബൈ m1 പ്ലസ് m2 ആണെങ്കിൽ വെലോസിറ്റിയിലേക്ക് മാറ്റാൻ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആക്സിലറേഷനിലേക്ക് മാറ്റാൻ ഈ വെലോസിറ്റിയെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ സിസ്റ്റത്തിൻ്റെയും സെൻറ്റർ ഓഫ് മാസ് എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് നമുക്കറിയാം. ഒരു റെഗുലർ ഷേപ്പുള്ള ബോഡികളാണെങ്കിൽ അവരുടെ ജോമെട്രിക് സെൻറ്റർ തന്നെയായിരിക്കും സെൻറ്റർ ഓഫ് മാസ്. എന്നാൽ 2 പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിലോ n പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിലോ സെൻറ്റർ ഓഫ് മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയും നമുക്കിപ്പോൾ അറിയാം. ശരിയല്ലേ? സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് റിയൽ പോയിൻ്റ് ആണോ ഇമാജിനറി പോയിൻ്റ് ആണോ? ചില കേസുകളിൽ അത് റിയൽ ആണ്, ചിലപ്പോൾ അത് ഇമാജിനറി ആണ്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ചോദിക്കാവുന്ന ഒരു ടിപ്പിക്കൽ ക്വസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരു റിവറിൻ്റെ ബാങ്ക് ആണെന്ന് കരുതുക. ഇവിടെ റിവറാണ്. അപ്പോൾ ഇവിടെ ആ റിവറിൽ ഒരു ബോട്ടുണ്ടെന്ന് കരുതുക. ആ ബോട്ടിൻ്റെ ലെങ്ത് ഉണ്ട്, ലെങ്ത് L ആണ്. ഓക്കെ, ഈ പ്ലാങ്കിൻ്റെ അപ്പോൾ അല്ലെങ്കിൽ ബോട്ട് അല്ലെങ്കിൽ പ്ലാങ്ക് ആണ്, അതിൻ്റെ മാസ് നമുക്ക് ക്യാപിറ്റൽ M എന്ന് എഴുതാം, ക്യാപിറ്റൽ M. ഓക്കെ, ഇതിൻ്റെ പുറത്തായിട്ട് ഒരാൾ നിൽപ്പുണ്ട്, ഒരു മാൻ സ്റ്റാൻഡ് ചെയ്യാണ്, അയാളുടെയും മാസ് M ആണ്. ഓക്കെ, അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, ഈ മാൻ ഈ പ്ലാങ്കിൻ്റെ പുറത്തൂടെ അല്ലെങ്കിൽ ബോട്ടിൻ്റെ പുറത്തൂടെ L ലെങ്ത് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു പോയാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിനുണ്ടാകുന്ന ഷിഫ്റ്റ് അല്ലെങ്കിൽ പ്ലാങ്കിനുണ്ടാകുന്ന ഷിഫ്റ്റ്, ഇതൊക്കെയാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്, L ലെങ്ത് ഉള്ള ഒരു പ്ലാങ്കിൻ്റെ പുറത്ത്
എം മാസമുള്ള ഒരാൾ നിൽക്കുകയാണ്, നമ്മുടെ പ്ലാങ്കിൻ്റെ അല്ലെങ്കിൽ ബോട്ടിൻ്റെയും മാസം എം ആണ്. അപ്പോൾ ഇയാൾ എൽ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിനുണ്ടാകുന്ന ഷിഫ്റ്റ് അല്ലെങ്കിൽ പ്ലാങ്കിനുണ്ടാകുന്ന ഷിഫ്റ്റ് എങ്ങോട്ടാണ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതൊരു 2 പാർട്ടിക്കിൾ സിസ്റ്റമാണ്, 2 മാസുകളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ പ്ലാങ്കിൻ്റെ പുറത്തുകൂടി ഇയാൾ മുന്നോട്ട് നടന്നു പോകുമ്പോൾ ഈ പ്ലാങ്ക് തീർച്ചയായിട്ടും പുറകിലേക്ക് നീങ്ങില്ലേ? തൽക്കാലം 2 പേരും മൂവ് ചെയ്യുന്നത് ഫ്രണ്ടിലേക്ക് തന്നെയാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ നോക്കൂ, പ്ലാങ്കിൻ്റെ പുറത്തുകൂടി ഇയാൾ നടന്ന് ഒരു എൻഡിലെത്തി. അതായത് ഈ മാൻ ട്രാവൽ ചെയ്ത ദൂരം എല്ലാണ്. അപ്പോൾ അയാൾ ട്രാവൽ ചെയ്തത് ഇവിടെ എത്തി. ഇയാളുടെ മാസ് എം ആണ്, അതുപോലെ നമ്മുടെ പ്ലാങ്കിൻ്റെയും മാസ് എം ആണ്. അപ്പോൾ നമ്മുടെ ഈ മാൻ ട്രാവൽ ചെയ്ത ദൂരം ഇതല്ലേ? പ്ലാങ്കിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സുമാണ്. ഓക്കെ, പ്ലാങ്ക് എക്സ് ദൂരം. പക്ഷേ ശരിക്കും നമുക്കറിയാം പ്ലാങ്ക് നീങ്ങുന്നത് പുറകിലേക്കാണെന്നറിയാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയുമാണ്, എങ്ങോട്ടാണോ മാൻ മൂവ് ചെയ്തത് അതേ ഡയറക്ഷനിലേക്ക് തന്നെ പ്ലാങ്ക് മൂവ് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഇനിഷ്യലി ഈ പ്ലാങ്ക് റെസ്റ്റിലായിരുന്നു, അതുപോലെ തന്നെ ഇത് ഫ്രിക്ഷൻ ലെസ് ആയിട്ടാണ് ആ സർഫസുമായിട്ട് അത് കോൺടാക്റ്റിലിരിക്കുക. ഫ്രിക്ഷൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കറിയാവുന്ന സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ എന്താണ്? സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ m1x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ അയാളുടെ പൊസിഷൻ വെക്ടർ നമുക്ക് ഇങ്ങനെ എഴുതാം, m1x1 പ്ലസ് m2 x2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു ഇനിഷ്യലി നമ്മുടെ പ്ലാങ്ക് റെസ്റ്റിലാണ്. അപ്പോൾ ഇനിഷ്യലി പ്ലാങ്ക് റെസ്റ്റിലാണെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി u ഈസ് ഈക്വൽ ടു 0. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ പുറത്ത് എക്സ്റ്റേണൽ ഫോഴ്സുകൾ ഒന്നും കിട്ടിയില്ല എന്ന് കരുതുക. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0. അങ്ങനെയെങ്കിൽ ആക്സിലറേഷൻ 0. അങ്ങനെയെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് s ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഇനിഷ്യലി റെസ്റ്റിലായതുകൊണ്ട് ut എന്ന ടൈം 0 ആയിപ്പോയി, ആക്സിലറേഷൻ ഇല്ലാത്തത് കൊണ്ട് ഇതും 0 ആയിപ്പോയി. അപ്പോൾ നമ്മുടെ സെൻറ്റർ ഓഫ് മാസിനുണ്ടായ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സെൻറ്റർ ഓഫ് മാസിനുണ്ടായ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാമല്ലോ, m1x1 പ്ലസ് m2 x2 ഈസ് ഈക്വൽ ടു 0 ആണ്. അല്ലെങ്കിൽ m1x1 ഈസ് ഈക്വൽ ടു മൈനസ് m2 x2 ആണ്. ഇനി നമുക്ക് നോക്കാം ആരാണ് m1 ആരാണ് x1 എന്നൊക്കെ നോക്കാം. അപ്പോൾ നോക്കി, നമ്മുടെ പ്ലാങ്കിൻ്റെ മാസ് m ആണ്. അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസോ? അയാളുടെ ഡിസ്റ്റൻസ് x ആണ്. ഇനി നമ്മുടെ മാൻ നമ്മൾ കൺസിഡർ ചെയ്താൽ അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എക്സ് പ്ലസ് എൽ അല്ലേ? അയാളുടെ മാസ് m ആണ്. അപ്പോൾ നമുക്കിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ m1x1 ആദ്യം നമ്മുടെ പ്ലാങ്കിൻ്റെ m ഇൻറ്റു പ്ലാങ്ക് ട്രാവൽ ചെയ്ത ദൂരം എക്സ് ഈസ് ഈക്വൽ ടു, ഇനി രണ്ടാമത്തെ മാനിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അയാളുടെയും മാസ് എത്ര തന്നെയാണ്? m തന്നെയാണ്. എത്ര ദൂരം ട്രാവൽ ചെയ്തു? അയാൾ എക്സ് പ്ലസ് എൽ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിനെ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് m ഇവിടെ ക്യാൻസൽ ആവുന്നു. ബാക്കി വരുന്നത് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ആൻഡ് മൈനസ് എൽ. അപ്പോൾ ഇത് 2x ഈസ് ഈക്വൽ ടു മൈനസ് എൽ അല്ലെങ്കിൽ x ഈസ് ഈക്വൽ ടു മൈനസ് l/2. അപ്പോൾ കണ്ടോ, നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത് പ്ലാങ്ക് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് അല്ലേ? പ്ലാങ്ക് ഇപ്പോൾ എത്ര ദൂരം മൂവ് ചെയ്തു? l/2 ഡിസ്റ്റൻസ് മൈനസ് l/2. എന്തുകൊണ്ടാണ് മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അസ്യൂം ചെയ്ത എക്സ് ഏത് ഡയറക്ഷനിലേക്ക് തന്നെയാണ്? നമ്മുടെ പ്ലാങ്ക് പോയ സെയിം ഡയറക്ഷനിലേക്ക് തന്നെയല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ എടുത്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ എക്സ് ഉണ്ടാവുക. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇങ്ങോട്ടല്ല, പകരം എങ്ങോട്ടാണ് പ്ലാങ്ക് മൂവ് ചെയ്യുക? പ്ലാങ്ക് ഇങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ എഴുതുക, അതിനെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ കണ്ടോ, ഇതല്ലേ? ഈ ഇക്വേഷൻ മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഇതുപോലെ ഒരു പ്ലാങ്ക് ബോട്ട് അല്ലെങ്കിൽ പ്ലാങ്ക് മാൻ ഇങ്ങനൊരു ആൾ മൂവ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള സിസ്റ്റംസ് വരികയാണെങ്കിൽ നമ്മളപ്പോൾ ഓർത്തിരിക്കണം m1x1 ഈസ് ഈക്വൽ ടു മൈനസ് m2 x2. അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള ആളിനെ കണ്ടെത്താം. ഈ ഒരു ഒറ്റ സ്റ്റെപ്പ് മാത്രം, ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഇത് മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതിയാവും. ഒരു റൊട്ടേറ്റിംഗ് ബോഡിയുടെ കൈനമാറ്റിക്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു ബോഡി സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യുമ്പോൾ അയാളുടെ വെലോസിറ്റികൾ, ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ആക്സിലറേഷൻ, ടൈം ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോർമുലാസ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കി, ഒരു ലീനിയർ മോഷനിലെ ന്യൂട്ടൻ്റെ 3 ഇക്വേഷൻസ് ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തേത് v ഈസ് ഈക്വൽ ടു u പ്ലസ് at,
രണ്ടാമത്തേത് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. മൂന്നാമത്തെ ഇക്വേഷൻ ഇങ്ങനെ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ നമുക്കറിയാം ഈ ലീനിയർ മോഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ടേംസിനും അനലോഗസ് ആയിട്ടുള്ള ടേംസ് എവിടെ ഉണ്ടാവും? റൊട്ടേഷനിലും ഉണ്ടാവും. ശരിയല്ലേ? ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന റൊട്ടേഷനിൽ എത്തുമ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആവും. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെ സൂചിപ്പിക്കുന്ന അക്ഷരം തീറ്റയാണ്. ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് ഒമേഗ 0 എന്ന് എഴുതാം. ഫൈനൽ വെലോസിറ്റി ഒമേഗ ടി. ആക്സിലറേഷൻ ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ. അതുപോലെ ടൈം ടി തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ചുകൊണ്ട് കറസ്പോണ്ടിങ് ഇക്വേഷൻസ് നമുക്ക് അങ്ങോട്ടും മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് ഇക്വേഷൻസ്? ഒന്നാമത് വി ഈക്വൽ ടു യു പ്ലസ് എ ടിക്ക് പകരം ഒമേഗ ടി ഇസ് ഈക്വൽ ടു യുവിന് പകരം ഒമേഗ 0 പ്ലസ് എക്ക് പകരം ആൽഫ ടി. രണ്ടാമത്തെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു യു ടി. യുവിന് പകരം ഒമേഗ 0 യു ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. അതുപോലെ വീണ്ടും മൂന്നാമത്തെ ഇക്വേഷൻ വി സ്ക്വയർ ആണ്. അപ്പോൾ ഒമേഗ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ സോൾവ് ചെയ്ത് അതുപോലുള്ള പ്രോബ്ലംസ് നമുക്ക് ഇവിടെയും ചെയ്യാം. ഇനിഷ്യൽ വെലോസിറ്റി തരും, ഫൈനൽ വെലോസിറ്റി ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ലീനിയർ ഇക്വേഷനിൽ നമ്മൾ മെക്കാനിക്സിൽ പഠിച്ച ഇതേ ഇക്വേഷൻസ് എല്ലാം നമുക്ക് റൊട്ടേഷണൽ ഡൈനാമിക്സിലെ കറസ്പോണ്ടിങ് ടേംസ് ഉപയോഗിച്ചുകൊണ്ട് മാറ്റിയാൽ സിമിലർ പ്രോബ്ലംസ് നമുക്ക് അവിടെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ലീനിയർ മോഷനിൽ ഒരു ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ കൊടുക്കുന്ന ആ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ പ്രസൻസിലാണ് ബോഡിയുടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുക. എന്നാൽ സിമിലർലി റൊട്ടേഷണൽ ഡൈനാമിക്സിൽ ഒരു ബോഡിയെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ പുറത്ത് ടോർക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ഈ ടോർക്ക് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ടേണിംഗ് എഫക്റ്റ് ഓഫ് എ ബോഡി. ഒരു ബോഡിയെ ടേൺ ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നത് ഫോഴ്സ് എന്നല്ല, നമ്മൾ ടോർക്ക് എന്നാണ് അതിനെ പറയുക. ഈ ടോർക്ക് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്കൊരു റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട് എന്ന് കരുതുക. കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് r ഡിസ്റ്റൻസ് അകലെ നമ്മുടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഈ പാർട്ടിക്കിളിനെ മൂവ് ചെയ്യിപ്പിക്കാനായി നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ നോക്കി, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടാണ്. ഇതാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ കണക്ഷൻ ഉള്ളതുകൊണ്ട് ഈ ബോഡി എന്ത് ചെയ്യും? ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും. അപ്പോൾ നോക്കി, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഇതാണ്. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈൻ ഇതല്ലേ? ഫോഴ്സ് ആക്ട് ചെയ്ത ലൈൻ ഇതാണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന ഈ ലൈനും ഈ ഒറിജിൻ ഉണ്ടല്ലോ, ഇത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൻ്റെയും കൂടി പ്രോഡക്റ്റ്. അപ്പോൾ നോക്കി, തീറ്റ എന്ന് പറയുന്ന ആംഗിൾ മേക്ക് ചെയ്യുന്നത് ഇവിടെ അല്ല, നമ്മുടെ ആറിനും എഫിനും ഇടയിലാണെന്ന് കരുതുക. ഇത് ആറ്, അതുപോലെ ഇത് നമ്മുടെ എഫ്. അപ്പോൾ ഇതാണ് തീറ്റ. ഇത് തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണ്. ഇത് തീറ്റയാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കി, ഇവിടുത്തെ നമ്മുടെ പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആറും ഫോഴ്സും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. അങ്ങനെയെങ്കിൽ ഈ സൈഡ് ആർ സൈൻ തീറ്റയല്ലേ? അപ്പോൾ ടോർക്കിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. ടോർക്ക് ഈസ് ഈക്വൽ ടു അപ്ലൈ ചെയ്ത ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ദാറ്റ് ഈസ് എഫ് ഇൻറ്റു, നോക്കിയേ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആരാ? ഫോഴ്സ് ആക്ട് ചെയ്ത ലൈനും ഒറിജിനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആർ സൈൻ തീറ്റയാണ്. അപ്പോൾ എഫ് ഇൻറ്റു ആർ സൈൻ തീറ്റ. നോക്കിയേ, ഇവിടെ എഫും ആറും വെക്ടേഴ്സാണ്. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദാറ്റ് ടു വെക്ടേഴ്സുമാണ്. അപ്പോൾ എഫും ആറും രണ്ട് വെക്ടേഴ്സും തീറ്റ ആ രണ്ട് വെക്ടേഴ്സിനിടയിലുള്ള ആംഗിളുമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിനെ ക്രോസ് പ്രോഡക്റ്റിൻ്റെ ടേംസിൽ എഴുതിക്കൂടെ? എഫ് ക്രോസ് ആർ എന്ന് എഴുതാം. അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അത് എഫ് ക്രോസ് ആർ അഥവാ എഫ് ആർ സൈൻ തീറ്റ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ടോർക്ക് മാക്സിമം ആവുന്നത് എപ്പോഴാണ്? നമുക്കറിയാമല്ലോ, ഇവിടെ ഫംഗ്ഷൻ സൈൻ തീറ്റയാണ്. അപ്പോൾ സൈൻ തീറ്റയുടെ വില മാക്സിമം ആകുന്ന സമയത്ത് ടോർക്ക് മാക്സിമമായി മാറും. സൈൻ ഫംഗ്ഷൻ്റെ വാല്യൂ മാക്സിമം ആവുന്നത് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രിയിലാണ്. സോ ടോ മാക്സിമം ഈസ് ഈക്വൽ ടു എഫ് ആർ. കണ്ടോ? അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി എങ്ങനെയാണ് ഈ ടോർക്കിൻ്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കാം? നമുക്കറിയാം, ക്രോസ് പ്രോഡക്റ്റ് ആകുമ്പോൾ എഫ് ക്രോസ് ആർ അല്ലേ? അപ്പോൾ എഫിൽ നിന്ന് ആറിലേക്ക് നമ്മുടെ ഫിംഗേഴ്സ് നമ്മൾ കേൾ ചെയ്താൽ നമുക്ക് ഈ തമ്പ് എന്ത് തരും? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഡയറക്ഷനും കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ടോർക്ക് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇതിൻ്റെ യൂണിറ്റ് എന്താ വരിക? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടണും ഡിസ്റ്റൻസിൻ്റേത് മീറ്ററുമാണ്. സോ ന്യൂട്ടൺ മീറ്റർ ഈസ് ദ യൂണിറ്റ് ഓഫ് ടോർക്ക്. പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൊമെൻറ്റ് ബാറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു ബാറിനെ അതിന് രണ്ട് സൈഡിലും വെയിറ്റുകൾ നമ്മൾ ആഡ് ചെയ്തിട്ട് അതിനെ ഇക്വിലിബ്രിയത്തിലേക്കാക്കും. അപ്പോൾ എങ്ങനെയാണ് ആ മൊമെൻറ്റ് ബാർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് പറയുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നോക്കി, നമുക്കിവിടെ ഒരു റോഡ് ഉണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ നമ്മുടെ മൊമെൻറ്റ് ബാർ ഉണ്ടല്ലോ, അങ്ങനെ ഒരു റോഡ് അല്ലെങ്കിൽ ഒരു
മൊമെൻറ്റ് ബാർ ഉണ്ടെന്ന് കരുതുക. ഇതിനെ നമ്മളൊരു വെഡ്ജിൻ്റെ പുറത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് നമ്മളൊരു ലോഡിനെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇത് മാസ് M1, ഇവിടെ നമ്മളൊരു മാസ് ആഡ് ചെയ്തിരിക്കുന്നു, അത് M2 ആണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ വെയിറ്റ് എങ്ങോട്ടായിരിക്കും? ഈ മിഡ് പോയിന്റ് നമുക്ക് O എന്ന് വിളിക്കാം. ഈ ഡിസ്റ്റൻസിനെ D1, ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് D1 ആണ്, ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് D2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ നോക്കിയേ, ഈ M1 എന്ന ബോഡിയുടെ വെയിറ്റ് എപ്പോഴും എങ്ങോട്ടാ? നേരെ താഴേക്കാണ്. അതുപോലെ M2വിൻ്റെ വെയിറ്റോ അതും താഴേക്കാണ്. അപ്പോൾ ഇവിടെ ഇക്വിലിബ്രിയം പാലിക്കണമെങ്കിൽ ഇവിടെ കിട്ടുന്ന ടോർക്ക് അത് തന്നെയായിരിക്കണം ഇവിടെയും കിട്ടുക. അപ്പോൾ ക്ലോക്ക് വൈസ് മൊമെൻറ്റും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റും ഈക്വൽ ആകുന്ന സമയത്താണ് ഇക്വിലിബ്രിയം പാലിക്കുക എന്ന് നമുക്കറിയാം. അപ്പോൾ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഷുഡ് ബി ഈക്വൽ ടു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. നമ്മൾ പഠിച്ചിട്ടുള്ള പ്രിൻസിപ്പിളാണിത്, ശരിയല്ലേ? അപ്പോൾ ഇവിടുത്തെ മൊമെൻറ്റ് അല്ലെങ്കിൽ കപ്പിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫോഴ്സ്, പെർപെൻഡിക്കുലർ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് ആരാ? വെയിറ്റ് ആണ്, അത് M1G ആണ് ഇൻറ്റു D1 ഇസ് ഈക്വൽ ടു, ഇവിടെ ആണെങ്കിലോ ഇവിടെ ഇതിന് താഴേക്ക് പിടിച്ച് വലിക്കുന്ന ഫോഴ്സ്, അതായത് ഇയാളുടെ വെയിറ്റ് ആണ്, ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് M2G വെയിറ്റ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇത് കണ്ടോ, ഇത് കപ്പിളാണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് കപ്പിൾ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഈ D1/D2 എന്ത് വരും? D1/D2 ഈസ് ഈക്വൽ ടു M2 ഡിവൈഡഡ് ബൈ M1. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ ഡിസ്റ്റൻസുകളുടെ റേഷ്യോ D1/D2 എന്ന് പറയുന്നത് M2/M1 ആകുമ്പോഴാണ് ഇവിടെ ഇക്വിലിബ്രിയം പാലിക്കപ്പെടുക. അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് മൊമെൻറ്റും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റും ഈക്വൽ ആവണം. ലീനിയർ മോഷനിൽ ഒരു ബോഡിയെ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ അയാളെ ഡിസ്പ്ലേസ് ചെയ്യിക്കണമെങ്കിൽ നമ്മളൊരു ഫോഴ്സ് അതിൻ്റെ പുറത്ത് കൊടുക്കണം. അങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു വർക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. എങ്ങനെയാണ് നമ്മളവിടെ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്കറിയാം വർക്കിൻ്റെ ഫോർമുല, വർക്ക് ഈസ് ഈക്വൽ ടു വെക്ടർ F.D ആണ് അല്ലേ? ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും കൂടി ഡോട്ട് പ്രോഡക്റ്റ് ആണ്. നമ്മൾ അവിടെ ഇങ്ങനെയാണ് പഠിക്കുന്നത്. ഇതൊരു ബ്ലോക്കാണ്. ഈ ബ്ലോക്കിനെ മൂവ് ചെയ്യിക്കാൻ നമ്മൾ ഇങ്ങോട്ട് എന്ത് അപ്ലൈ ചെയ്യുന്നു? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ വർക്കിൻ്റെ ഫോർമുല W ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റു കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ F ആൻഡ് D. ഇത് നമുക്ക് വെക്ടറിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാൻ പറ്റുക? വെക്ടർ F.D എന്ന് എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, കാരണം സ്കെയിലാർ പ്രോഡക്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ ലീനിയർ മെക്കാനിക്സിൽ ഒരു ബോഡിയുടെ പുറത്ത് നമ്മൾ ചെയ്യുന്ന വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. സിമിലർലി റൊട്ടേഷണൽ ഡൈനാമിക്സിൽ നമ്മളൊരു ബോഡിയുടെ പുറത്ത് ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അയാൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുകയും അവിടെയും നമ്മളൊരു വർക്ക് ചെയ്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് റൊട്ടേഷണൽ ഡൈനാമിക്സിൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക? എളുപ്പമാണ്. ഈ ലീനിയർ മോഷനിൽ നമ്മൾ പഠിച്ച ടേമുകളെല്ലാം കറസ്പോണ്ടിങ് ഇതിലേക്ക് മാറ്റണം, റൊട്ടേഷനിലെ ടേംസിലേക്ക് മാറ്റാം. അപ്പോൾ നോക്കൂ, നമുക്കിവിടെ d θ എന്ന് പറയുന്ന ചെറിയൊരു ആംഗിളാണ് ഇതിനെ ടേൺ ചെയ്യേണ്ടത് യൂസിങ് എ ടോർക്ക് ടോ. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരുന്ന സ്മോൾ വർക്ക് dW ഈസ് ഈക്വൽ ടു ടോർക്ക് ഡോട്ട് d θ. അപ്പോൾ ഇത് രണ്ടും വെക്ടർ ക്വാണ്ടിറ്റികളാണ്. നമുക്ക് കിട്ടുന്ന വർക്ക് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയും ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, വർക്ക് W ഈസ് ഈക്വൽ ടു ടോർക്ക് ഡോട്ട് θ. ശരിയല്ലേ? നോക്കി, നമ്മുടെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന സെയിം ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ഫോഴ്സിന് പകരം ഇവിടെ ടോർക്ക്, ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ. ഇനി നോക്കൂ, ഇവിടുത്തെ ടോർക്ക് വേരിയബിൾ ആണെന്ന് കരുതുക. ടോർക്ക് വേരിയബിൾ ആണെങ്കിൽ ഇവിടെ നമുക്കറിയാലോ, ഫോഴ്സ് വേരിയബിൾ ആണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കും? ഇൻറ്റഗ്രൽ ഫ്രം x1 ടു x2 നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? F.dx എന്നല്ലേ ചെയ്യുക, വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. അങ്ങനെയെങ്കിൽ വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ടോർക്ക് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ, നിങ്ങൾക്ക് ഏത് ആംഗിളിൽ നിന്ന് എങ്ങോട്ടാണോ കൊണ്ടുപോവേണ്ടത്, θ1 ടു θ2, എങ്ങനെയാ? ടോർക്ക് d θ. അപ്പോൾ ഈ ഫോർമാറ്റിൽ നമുക്ക് വേരിയബിൾ ആണെങ്കിൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നോക്കി, നമ്മുടെ ലീനിയർ മെക്കാനിക്സിൽ നമ്മൾ എങ്ങനെയാണോ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സെയിം ഫോർമാറ്റിൽ കറസ്പോണ്ടിങ് ടേമുകൾ കൊണ്ട് റീപ്ലേസ് ചെയ്താൽ റൊട്ടേഷണൽ ഡൈനാമിക്സിലെ വർക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന എനർജിയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുക. റേറ്റ് ഓഫ് ഡൂയിങ് വർക്കല്ലേ പവർ. അതുപോലെ തന്നെ നമുക്ക് റൊട്ടേഷണൽ ഡൈനാമിക്സിലും നമുക്ക് പവർ ഡിഫൈൻ ചെയ്യാം, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് തന്നെയാണ്. അപ്പോൾ നോക്കി, നമ്മൾ ചെയ്യുന്ന വർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ടോർക്ക് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ശരിയല്ലേ? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ
ടോർക്ക് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ വർക്ക് ബൈ ടൈം അല്ലേ പവർ, ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഡെൽറ്റ തീറ്റ ബൈ ടി കിട്ടി. ഡെൽറ്റ തീറ്റ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം വെലോസിറ്റി ആണ്. അങ്ങനെയെങ്കിൽ നമുക്കിതിനെ ടോർക്ക് ഇൻറ്റു വെലോസിറ്റി ഒമേഗ ഇങ്ങനെയും എഴുതാം. കണ്ടോ? അപ്പോൾ പവറിനെ നമുക്ക് രണ്ട് വെക്ടർ ക്വാണ്ടിറ്റീസിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാം? പവർ സ്കെയിലർ ആണ്, പക്ഷേ ടോർക്കും വെലോസിറ്റിയും എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്ടർ ക്വാണ്ടിറ്റി. സോ പവർ ക്യാൻ ബി റിട്ടൺ ആസ് ടോ ഡോട്ട് ഒമേഗ. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സിമിലർലി നമുക്ക് ലീനിയർ മെക്കാനിക്സിൽ ടോർക്കിന് പകരം ഫോഴ്സ് എഫ് ഡോട്ട് വി എന്ന് പഠിച്ചിട്ടില്ലേ? എഫ് വി കോസ് തീറ്റ, ഇതായിരിക്കും പവർ. അപ്പോൾ നമുക്ക് ലീനിയർ മെക്കാനിക്സിൽ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളെയും കറസ്പോണ്ടിങ് അനലോഗസ് ടേം കൊണ്ട് റീപ്ലേസ് ചെയ്താൽ റൊട്ടേഷണൽ ഡൈനാമിക്സിൽ ടേംസ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഈസ് ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാമല്ലോ ലീനിയർ മൊമെൻറ്റം, എം മാസുള്ള ഒരു ബോഡി വി വെലോസിറ്റിയോടുകൂടി മൂവ് ചെയ്താൽ അയാളുടെ ലീനിയർ മൊമെൻറ്റം പി ഈസ് ഈക്വൽ ടു എം വി ആയിരിക്കും. അതിൻ്റെ യൂണിറ്റ് നമുക്കറിയാമല്ലോ, മാസിൻ്റേത് കിലോഗ്രാം, വെലോസിറ്റിയുടേത് മീറ്റർ പെർ സെക്കൻഡുമാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയി നമ്മുടെ റൊട്ടേഷണൽ ഡൈനാമിക്സിലും എന്തുണ്ട്? നമുക്കിതുപോലെ ഒരു മൊമെൻറ്റം കണ്ടെത്താം. ആ മൊമെൻറ്റത്തെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെ: ലീനിയർ മൊമെൻറ്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിവിടെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടെന്ന് കരുതുക. ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്കിവിടെ r ഡിസ്റ്റൻസ് എവേ ഒരു പാർട്ടിക്കിളുണ്ട്. ഈ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ടാണ്, അല്ലെങ്കിൽ മൊമെൻറ്റം ഇങ്ങോട്ടാണ്. ഇതാണ് ലീനിയർ മൊമെൻറ്റം പി. അപ്പോൾ ഈ r എന്ന് പറയുന്ന വെക്ടറും പിക്കും ഇടയിലുള്ള ആംഗിൾ തീറ്റയാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തീർച്ചയായും r സൈൻ തീറ്റ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ആംഗുലാർ മൊമെൻറ്റം എൽ എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ മൊമെൻറ്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ. ശരിയല്ലേ? അപ്പോൾ ലീനിയർ മൊമെൻറ്റം പി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആരാ? ആർ സൈൻ തീറ്റ. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയ ആർ സൈൻ തീറ്റ കൊടുക്കുന്നു. അപ്പോൾ പിയും ആറും വെക്ടേഴ്സാണ്. ആറ് വെക്ടറാണ്, പി വെക്ടറാണ്, തീറ്റ അവർക്കിടയിലുള്ള ആംഗിളുമാണ്. അങ്ങനെയെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം എൽ ക്യാൻ ബി റിട്ടൺ ആസ് വെക്ടർ ആർ ക്രോസ് പി എന്ന് എഴുതാം അല്ലേ? അല്ലെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു ആർ പി സൈൻ തീറ്റ. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം മാക്സിമം ആവണമെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രി ആയേ പറ്റൂ? 90 ഡിഗ്രി ആയേ പറ്റൂ. ഇതിനെയാണ് നമ്മൾ ആംഗുലാർ മൊമെൻറ്റം എന്ന് വിളിക്കുക. ആർ റേഡിയസ് ഉള്ള ഒരു സർക്കുലാർ പാത്തിലൂടെ വി വെലോസിറ്റിയിൽ എം മാസുള്ള ഒരു പാർട്ടിക്കിൾ റിവോൾവ് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ നോക്കി, ഒരു സർക്കുലാർ പാത്തുണ്ട്. സർക്കുലാർ പാത്തിൻ്റെ റേഡിയസ് ആറാണ്. എം മാസുള്ളൊരു പാർട്ടിക്കിൾ ഇതിന് ചുറ്റും ഈ പാത്തിലൂടെ റിവോൾവ് ചെയ്യുന്നു. അയാളുടെ ലീനിയർ വെലോസിറ്റി വി ആണ്, മാസ് എം ആണ്. അങ്ങനെയെങ്കിൽ അയാളുടെ ആംഗുലാർ മൊമെൻറ്റം എൽ ഇസ് ഈക്വൽ ടു എം വി ആർ ആയിരിക്കും. ആംഗുലാർ മൊമെൻറ്റം എൽ ഇസ് ഈക്വൽ ടു എം വി ആർ ആയിരിക്കും. കാരണം നമുക്കറിയാം എൽ ഇസ് ഈക്വൽ ടു ആരാ? ആംഗുലാർ മൊമെൻറ്റം പി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? ഇവിടുത്തെ പി എന്ന് പറയുന്നത് എം വി ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് റേഡിയസ് ആർ ആണ്. സോ ആംഗുലാർ മൊമെൻറ്റം എം വി ആർ ആയിരിക്കും. ഇനി ആംഗുലാർ മൊമെൻറ്റവും ടോർക്കും തമ്മിൽ എന്താണ് റിലേഷൻ? നമുക്കറിയാം ഫോഴ്സും ലീനിയർ മൊമെൻറ്റവും തമ്മിൽ എന്താ റിലേഷൻ? ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ലീനിയർ മൊമെൻറ്റം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് പ്രൊപ്പോർഷണലാണ് ഫോഴ്സ് എന്നാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്നത്. സോ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണ്. അപ്പോൾ സിമിലർലി നമുക്ക് ടേംസ് കൊണ്ട് റൊട്ടേഷണലിലേക്ക് മാറ്റുമ്പോൾ ഫോഴ്സിന് പകരം നമുക്ക് ടോർക്ക് എന്ന് എഴുതാം, ലീനിയർ മൊമെൻറ്റത്തിന് പകരം ആംഗുലാർ മൊമെൻറ്റം എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. കണ്ടോ? അപ്പോൾ നമ്മുടെ ടോർക്ക് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതിയാൽ ടോർക്ക് ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി ആയിരിക്കും. അപ്പോൾ എൽ ടിയിലുള്ളൊരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെ ടൈം കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോർക്ക് കിട്ടും. അപ്പോൾ നോക്കിയാൽ ടോർക്ക് 0 ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ടോർക്ക് 0 ആണെങ്കിൽ ഡി എൽ ബൈ ഡി ടിയും 0 ആയേ പറ്റും. കാരണം രണ്ടും തുല്യമാണ്. ഡി എൽ ബൈ ഡി ടി 0 ആണെങ്കിൽ എൽ ഈസ് എ കോൺസ്റ്റൻറ്റ്. അങ്ങനെയെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം എന്താ വേണ്ടി വരും? ഒരു കോൺസ്റ്റൻ്റ് ആകേണ്ടതായിട്ട് വരും. അപ്പോൾ ഓർക്കുക, ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് 0 ആയാൽ ആംഗുലാർ മൊമെൻറ്റം എന്താവും? അതൊരു കോൺസ്റ്റൻ്റായി മാറും. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഇതുവരെ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ കണ്ടോ. ഫൈൻഡ് ദ ടോർക്ക് ഓഫ് എ ഫോഴ്സ് 7i
minus 3j minus 5k above the origin which acts on a particle whose position vector is I plus j minus k. ടോർക്ക് കണ്ടുപിടിക്കണം. നമുക്ക് എന്തൊക്കെ തന്നിരിക്കുന്നു? ഇവിടെ ഫോഴ്സ് എഫ് തന്നിരിക്കുന്നു, അതുപോലെ എന്തുണ്ട്, അതിൻ്റെ പൊസിഷൻ വെക്ടറായ ആർ തന്നിരിക്കുന്നു. നമുക്ക് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാലോ ടോർക്കിൻ്റെ ഇക്വേഷൻ ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ അല്ലെങ്കിൽ ആർ ക്രോസ് എഫ് ആണ്. അപ്പോൾ രണ്ട് വെക്ടേഴ്സിനെ കമ്പോണൻറ്റ് ഫോമിലാണ് തരുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ടോർക്ക് മീൻസ് അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ടോർക്ക് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ആദ്യം ആറിൻ്റെ ഐ ജെ കെ എഴുതുക. ഇനി ആറിൻ്റെ കമ്പോണൻ്റ് ആരൊക്കെയാ? 1i പ്ലസ് 1j മൈനസ് 1k. ഇനി ഫോഴ്സിൻ്റെ കമ്പോണൻ്റ് ആണെങ്കിൽ 7 മൈനസ് 3 മൈനസ് 5. ഇനി നമുക്ക് ഈ ഡിറ്റർമിനൻറ്റിനെ ഓപ്പറേറ്റ് ചെയ്താൽ പോരെ? ഡിറ്റർമിനൻ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഐ ഇൻറ്റു, അപ്പോൾ ഐ വരുന്ന റോയും കോളവും നമ്മൾ എന്ത് ചെയ്യും? ഒഴിവാക്കും. ബാക്കി വരുന്നത് -5 -3. അടുത്തത് -j ഇൻറ്റു, ജെയുടെ റോയും കോളവും നമ്മൾ ഒഴിവാക്കിയാൽ -5 -7. വീണ്ടും k ഇൻറ്റു പ്ലസ് k ഇൻറ്റു, കെയുടെ റോയും കോളവും ഒഴിവാക്കിയാൽ -3 -7 -3 -7. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എങ്ങനെയാണ്? -8i. അതുപോലെ ഇത് എത്രയായി? ഇത് +7 -5 2 ആയി, അപ്പോൾ -2j. അതുപോലെ ഇത് -10k. അപ്പോൾ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ടോർക്ക്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ആംഗുലാർ മൊമെൻറ്റം ചോദിച്ചാലും നമുക്ക് ആർ ക്രോസ് പി കണ്ടുപിടിക്കാം. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കേണ്ടത് കമ്പോണൻറ്റ് ഫോമിലാണെങ്കിൽ ഇങ്ങനെ ഡിറ്റർമിനൻ്റ് ഐ ജെ കെ. ആദ്യത്തെ വെക്ടർ ആരാണോ അയാളുടെ കമ്പോണൻറ്റുകൾ എഴുതുക, രണ്ടാമത്തെ വെക്ടർ ആണെങ്കിൽ അയാളുടെ കമ്പോണൻറ്റുകൾ എഴുതുക. അവരെ ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ ഡിറ്റർമിനൻ്റ് ഓപ്പറേറ്റ് ചെയ്താൽ മതി. ഡിറ്റർമിനൻ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന അറിയാലോ, ഐ ഇൻറ്റു ഐ വരുന്ന റോയും കോളവും ഒഴിവാക്കി അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓപ്പറേഷൻ അറിയാമല്ലോ. ഇക്വിലിബ്രിയം ഓഫ് എ ബോഡി. നമുക്കറിയാം ട്രാൻസ്ലേഷണൽ മോഷനിൽ ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയണമെങ്കിൽ അയാളുടെ പുറത്ത് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം, ശരിയല്ലേ? അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 അല്ലെങ്കിൽ ആ ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടാകും. അപ്പോൾ നോക്കിയേ, ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാവാനുള്ള കണ്ടീഷൻ അതിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആവണം. അപ്പോൾ ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആവുക എന്ന് പറയുമ്പോൾ എക്സ് ഡയറക്ഷനിലെ ഫോഴ്സ് 0 ആവണം, അതുപോലെ വൈ ഡയറക്ഷനിലെ ഫോഴ്സ് 0, അതുപോലെ ഇസെഡ് ഡയറക്ഷനിലെയും ഫോഴ്സ് 0 ആവണം. അപ്പോൾ എല്ലാ ഡയറക്ഷനിൽ നിന്നും കിട്ടുന്ന ഫോഴ്സിൻ്റെ സം നമ്മൾ ചെയ്യുമ്പോൾ എത്ര വരണം? അത് 0. അപ്പോൾ ഹൊറിസോണ്ടലി ഇക്വിലിബ്രിയത്തിലായിരിക്കണം, അതുപോലെ വെർട്ടിക്കലിയും ഇക്വിലിബ്രിയത്തിലായിരിക്കണം. ഇതുപോലെ തന്നെ നമുക്ക് റൊട്ടേഷണൽ ഡൈനാമിക്സിലും പറയാം. ഒരു ബോഡി റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണമെങ്കിൽ ആരായിരിക്കണം 0 ആവേണ്ടത്? ടോർക്കാണ്. അപ്പോൾ ലീനിയർ മോഷനിൽ ഫോഴ്സ് 0 ആയാൽ ലീനിയർ ആക്സിലറേഷൻ ഉണ്ടാവില്ല, ഇക്വിലിബ്രിയത്തിലാകും. അപ്പോൾ റൊട്ടേഷണൽ ഡൈനാമിക്സിലാണെങ്കിലോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടോർക്ക് 0 ആവണം, അല്ലെങ്കിൽ അതിന് ആംഗുലാർ ആക്സിലറേഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ കണ്ടോ, ഇവിടെ നമുക്ക് പറയാം ടോർക്ക് ഈസ് ഈക്വൽ ടു 0 ആവണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ആംഗുലാർ ആക്സിലറേഷൻ 0 ആവും. അപ്പോൾ അത് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും ആ ബോഡി, അല്ലേ? നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. എക്സ്റ്റേണൽ ടോർക്ക് ആരാ? ആർ ക്രോസ് എഫ് ആണ്. ഇത് 0 ആണെങ്കിൽ ആ ബോഡി റൊട്ടേഷണലിയും ഇക്വിലിബ്രിയത്തിലായിരിക്കും. ലീനിയർ മോഷനിൽ ഒരു ബോഡിയുടെ ഇനേർഷ്യ അല്ലെങ്കിൽ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യൂ. എന്തുകൊണ്ടാണ് ഈ എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്? ആ ബോഡിക്ക് സ്വന്തമായി അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ അയാൾക്ക് ഇനേർഷ്യ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. ഈ ഇനേർഷ്യയ്ക്ക് കാരണം ബോഡിയുടെ മാസ്സാണ്, ശരിയല്ലേ? നമുക്കറിയാം മാസ് കൂടിയാൽ അതിൻ്റെ ആ ഇനേർഷ്യ അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടിയും കൂടും. അപ്പോൾ മാസ്സും ഇനേർഷ്യയും പ്രൊപ്പോർഷണലാണ്. ഈ എല്ലാ ബോഡികൾക്കും മാസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് ഇനേർഷ്യയും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ മൂവ് ചെയ്യാൻ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയും വേണം. ഇതാണ് നമ്മുടെ ലീനിയർ മോഷനിലെ കേസ്. ഇതുപോലെ തന്നെ നമ്മൾ റൊട്ടേഷണൽ ഡൈനാമിക്സിലേക്ക് വന്നാൽ ഒരു ബോഡിയെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായും നമ്മൾ ടോർക്ക് കൊടുക്കേണ്ടതായി വരും. എന്തുകൊണ്ടാണ് ടോർക്ക് കൊടുക്കേണ്ടതായി വരുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ബോഡിക്ക് സ്വന്തമായി റൊട്ടേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി സ്വന്തമായി റെസ്റ്റിലേക്ക് വരാനോ ഉള്ള കഴിവ് അവർക്കില്ല. അപ്പോൾ ഇതിന് കാരണക്കാരനായ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. നമ്മൾ ലീനിയർ മോഷനിൽ ഇനേർഷ്യ എന്ന് പറഞ്ഞു, ഇവിടെ നമ്മൾ അതിനെ വിളിക്കുന്ന പേര്, ആ പ്രോപ്പർട്ടി വിളിക്കുന്ന പേര് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ലീനിയർ മോഷനിലെ മാസിന് ഇക്വലൻ്റ് ആയി ഇവിടെ നമ്മൾ പറയുന്ന പ്രോപ്പർട്ടി ഇതാണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ.
ഓക്കെ, ഒരു ബോഡി ഒരു ആക്സിസിനെ ചുറ്റി കറങ്ങുന്നു എന്ന് കരുതുക. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ബോഡി ഒരു ആക്സിസിനെ ചുറ്റി കറങ്ങുകയാണെന്ന് കരുതുക. ഒരു ആർബിട്രറി ഷേപ്പുള്ള ഒരു ബോഡി, ഇവിടെ നമ്മളൊരു ആക്സിസ് ഉണ്ട്. ഈ ആക്സിസിനെ അബൌട്ടായിട്ട് ഈ ബോഡി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണെന്ന് കരുതുക. ഈ ആക്സിസിൽ നിന്ന് r ഡിസ്റ്റൻസ് അവേ ഒരു മാസ് പാർട്ടിക്കിൾ ഉണ്ട്. ആ മാസ് പാർട്ടിക്കിൾ m ആണെന്നും കരുതുക. അങ്ങനെയെങ്കിൽ ഈ m എന്ന് പറയുന്ന മാസ് പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ഫ്രം ദ ആക്സിസ്. കണ്ടോ? അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് പാർട്ടിക്കിൾ ഹാവിംഗ് മാസ് m എന്ന് പറയുന്നത് mr² ആണ്, വെയർ r ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് എന്ത് വരും? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ, അതിൻ്റെ സ്ക്വയർ കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെ നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ് കണക്കാക്കുക. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എന്താ വരുന്നത്? മാസിൻ്റെ ഡയമെൻഷൻ m ആണ്, ലെങ്ത് L ആണ്, L². അപ്പോൾ ഡയമെൻഷൻ ml², യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഇത് ശരിക്കും ഒരു ടെൻസർ ക്വാണ്ടിറ്റിയാണ്, പക്ഷേ നമ്മൾ അതിനെ സ്കെയിലാർ ആയിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ടോട്ടൽ കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്താൽ പോരെ. രണ്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യകൾ ഉണ്ടെങ്കിൽ സാധാരണ നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത് പോലെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ മറ്റൊരു പാർട്ടിക്കിളോട് ഉണ്ടെന്ന് കരുതുക. ഇത് m1 ഉം മറ്റൊരാൾ m2 ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഡിസ്റ്റൻസുകൾ r1 ഉം r2 ആണ്. അതുപോലെ വേറൊരാളുണ്ട് m3 ഉണ്ട്, അതിൻ്റെ ഡിസ്റ്റൻസ് r3 ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നമുക്ക് ആ മൂന്ന് പാർട്ടിക്കിൾസിൻ്റെയും കൂടി ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ പറയാം? ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I എന്ന് പറയുന്നത് ഒന്നാമത്തെ പാർട്ടിക്കിൾ ഇനേർഷ്യ I1 പ്ലസ് സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ ഇനേർഷ്യ I2 പ്ലസ് തേർഡ് പാർട്ടിക്കിളിൻ്റേത് I3. അപ്പോൾ നമുക്ക് അവരെ ആഡ് ചെയ്യാം. I1 ആരാണ്? I1 എന്ന് പറഞ്ഞാൽ m1r1² പ്ലസ് രണ്ടാമത്തെ ആളുടേത് m2 r2² ആണ്, പ്ലസ് ലാസ്റ്റ് m3 r3². അപ്പോൾ ഇങ്ങനെ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രയും പാർട്ടിക്കിൾസിൻ്റെയും കൂടി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് നോർമലി ആഡ് ചെയ്താൽ മതി. എന്തുകൊണ്ട് നോർമലി ആഡ് ചെയ്താൽ മതി? കാരണം ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സ്കെയിലാർ ആണ്, യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ, ഡയമെൻഷൻ ml² ആണ്. അപ്പോൾ റൊട്ടേഷണൽ മോഷനിൽ ഒരു ബോഡിയുടെ പുറത്ത് നമ്മൾ ടോർക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് ആ ബോഡിക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ നമ്മളിപ്പോൾ കണ്ടു, I ഈക്വൽ ടു mr². ശരിയല്ലേ? നോക്കി, നമ്മളിപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇവിടെ ഒരു ബോഡി ഉണ്ടെങ്കിൽ ഒരു ആക്സിസ് ഇവിടെ സങ്കല്പിച്ചാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കണ്ടുപിടിച്ചു. I ഈസ് ഈക്വൽ ടു mr². ഒരു സിംഗിൾ പാർട്ടിക്കിൾ m r ഡിസ്റ്റൻസ് എവേ ഇരിക്കുകയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദിസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, ഒന്നാമത് പറയുന്നു മാസ് ഓഫ് ദ ബോഡി. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ Iയുടെ ഇക്വേഷനിൽ കണ്ടോ, നമ്മൾ മാസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മാസ് ഇവിടെ ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ബോഡി. ബോഡിയുടെ ഷേപ്പ് മാറിയാൽ, സൈസ് മാറിയാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറും. മൂന്നാമത്തേത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് അബൌട്ട് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസിൽ നിന്ന് ചുറ്റുമുള്ള മാസ് ഡിസ്ട്രിബ്യൂഷൻ മാറിയാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറാം. ലാസ്റ്റ് പൊസിഷൻ ആൻഡ് ഓറിയന്റേഷൻ ഓഫ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ബോഡി. അപ്പോൾ നോക്കി, ഇപ്പോൾ നമ്മൾ സങ്കല്പിച്ച ആക്സിസ് ഇങ്ങനെയാണെങ്കിൽ ഈ ആക്സിസ് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും മാറും. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് അല്ല. അത് ആക്സിസിൻ്റെ പൊസിഷൻ അനുസരിച്ച്, അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച്, മാസ് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചൊക്കെ മാറാം. അപ്പോൾ എപ്പോഴും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ പറയുമ്പോൾ അതിനൊരു സ്പെസിഫിക് ആക്സിസ് നമ്മൾ പറഞ്ഞിട്ട് വേണം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ. കാരണം ആക്സിസിൻ്റെ പൊസിഷൻ മാറിയാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ ചേഞ്ച് ആവും. ഒരു ബോഡിയിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓരോ പാർട്ടിക്കിളിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം I ഈക്വൽ ടു mr² ആണ്. അപ്പോൾ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ രണ്ടുപേരുടെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യകൾ ആഡ് ചെയ്യണം. അങ്ങനെ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അവരെ എല്ലാവരെയും നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കണ്ടോ, ഓരോരുത്തരുടെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ m1r1², m2 r2² എക്സെട്രാ അപ് ടു mn(rn²). ഇങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കറിയാം ഒന്നോ രണ്ടോ പാർട്ടിക്കിൾസ് ആണെങ്കിൽ നമുക്കിങ്ങനെ ആഡ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷേ മൾട്ടിപ്പിൾ ഒരുപാട് പാർട്ടിക്കിൾസ് വരികയാണെങ്കിലോ അപ്പോൾ നമുക്കിങ്ങനെ ഇൻഡിവിജ്വലായിട്ട് അവരെ ആഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്നത് ഇതാണ്. നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ബോഡിയുടെ ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായി നമ്മൾ അസ്യൂം ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റും ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇനി ഓരോ പാർട്ടിക്കിളിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ച് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പകരം നമ്മൾ ഈ പറഞ്ഞില്ലേ, എൻറ്റയർ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായി നമ്മൾ അസ്യൂം ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, അയാളുടെ മാത്രം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചാൽ മതി. അത് ആർക്ക് ഇക്വലൻ്റ് ആയിരിക്കും? ഓരോ പാർട്ടിക്കിളിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ
ഇനേർഷ്യകൾ കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് ഈ ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I is equal to m1r1² plus m2r2² എന്ന് എഴുതുന്നതിന് പകരം mk സ്ക്വയർ എന്ന് മാത്രം എഴുതിയാൽ മതി. ഇവിടുത്തെ k വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ ചോദ്യം, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് എ ഡിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ അയാളുടെ യൂണിറ്റ് മീറ്റർ ആണ്, ഡയമെൻഷൻ ലെങ്തിൻ്റെ ഡയമെൻഷനുമാണ്. നോക്കൂ, I is equal to mk² ആണെങ്കിൽ k is equal to ആരായിരിക്കും? k is equal to √I/m ആയിരിക്കും. ശരിയല്ലേ? അല്ലെങ്കിൽ k is equal to √r1² plus r2² plus etc. up to rn²/n ആയിരിക്കും. അതായത് ഇതിൻ്റെ ഒരു റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആയിരിക്കും നമ്മുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ ഏതൊരു ബോഡിയുടെയും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയെ നമുക്ക് ജനറലൈസ് ചെയ്ത് ഇങ്ങനെ പറയാം, I is equal to mk², where k is equal to √I/m. k എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, അതുകൊണ്ട് യൂണിറ്റ് ഡയമെൻഷൻ ഒക്കെ ഡിസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ലെങ്തിൻ്റെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് മനസ്സിലായി. നമുക്കൊരു റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ കൺസിഡർ ചെയ്യുക, നമ്മുടെ കയ്യിൽ ഒരു റിംഗ് ഉണ്ട്. റിങ്ങിൻ്റെ ടോട്ടൽ മാസ് m ആണ്, അതിൻ്റെ റേഡിയസ് r ആണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മുടെ കയ്യിലുള്ള റിംഗ് ഇതാണ്. ഈ റിങ്ങിൻ്റെ സെൻറ്റർ ഇവിടെ കാണാം, ഇതിൻ്റെ റേഡിയസ് r ആണ്. ഇതിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് മാത്രമല്ല, ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. അപ്പോൾ ഇതിന് അബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ആക്സിസിൻ്റെ പൊസിഷൻ നമ്മൾ കറക്റ്റ് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ പറയുന്നു, ആക്സിസ് ഈസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. ഈ റിങ്ങിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കരുതുക. ഓരോ പാർട്ടിക്കിൾസിൻ്റെയും മാസ് ഡിഫറൻ്റ് ആണ്, m1 m2 അല്ലെങ്കിൽ ഇങ്ങനെ പോവുകയാണെന്ന് കരുതുക, m1 m2 m3 m5, ഇവിടെ m4 ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഡിസ്റ്റൻസ് എത്ര തന്നെയാണ്? 6 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ നമുക്ക് ഓരോരുത്തരുടെയും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യകൾ ആഡ് ചെയ്യാം. അപ്പോൾ നോക്കി, I is equal to m1r1² plus m2r2² plus m3r3² plus etc. ഇങ്ങനെ പോകും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം, ഇവിടെ എല്ലാം റേഡിയസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് r² ഇങ്ങ് പുറത്തെടുത്താൽ ബാക്കി വരുന്നത് m1 പ്ലസ് m2 പ്ലസ് etc. പ്ലസ് mn വരെ പോകും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു r². ഇനി m1 പ്ലസ് m2 പ്ലസ് m3 എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ടോട്ടൽ മാസ്സാണ് m. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് ICM ഈസ് ഈക്വൽ ടു mr² ആയിരിക്കും. ICM ഈക്വൽ ടു mr² ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ കഴിയുക. ഇനി അതുപോലെ ഇതൊരു ഡിസ്ക് ആയിരുന്നെങ്കിലോ? ഡിസ്കും റിങ്ങും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. ഡിസ്ക് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ആക്സസ് നമ്മൾ കൺസിഡർ ചെയ്താൽ ആദ്യം നമ്മൾ ഇവിടെ നിന്ന് എന്താ ചെയ്തത്? ഒരു റിങ് നമ്മൾ അസ്യൂം ചെയ്യും. ആ റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചിട്ട് റിങ്ങിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. വാല്യൂ എവിടെ മുതൽ 0 to r നമ്മൾ ആ ചെറിയ റിങ്ങിൻ്റെ വാല്യൂവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ICM എന്ന് പറയുന്ന ഡിസ്ക് ആണെങ്കിൽ mr²/2 ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ പ്രശ്നം ഇതാണ്, ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ളതാണ്. അതിനെ നമ്മൾ ICM എന്ന് വിളിച്ചു. അങ്ങനെയെങ്കിൽ ഈ ആക്സിസിന് പാരലലായി മറ്റൊരു ആക്സിസ് ഉണ്ടെങ്കിൽ ഇതിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? അപ്പോൾ നോക്കൂ, നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് അറിയാവുന്ന മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഏതാണ്? സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം. എങ്കിൽ ഇതിന് പാരലലായ ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് നമ്മളെ സഹായിക്കുന്ന തിയറമാണ് പാരലൽ ആക്സസ് തിയറം. നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരലൽ ആക്സസ് തിയറം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ പാരലൽ ആക്സസ് തിയറം എന്ന്. അപ്പോൾ ഒരു പാരലൽ ആക്സസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതിന് നമ്മളെ സഹായിക്കുന്ന തിയറം ഇതാണ്, പാരലൽ ആക്സസ് തിയറം. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കി, ഇവിടെ നമ്മുടെ ഒരു ബോഡി ഉണ്ടെന്ന് കരുതുക. ഈ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ICM ഇത് നമുക്കറിയാമെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇവിടെ പുതിയൊരു ആക്സിസ് ഉണ്ട്. ഈ ആക്സിസിൻ്റെ പേര് XY എന്നാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് പാരലൽ ആക്സിസ്. ഈ XY എന്ന് പറയുന്ന പുതിയ പാരലൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസിന് അബൌട്ടായ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പ്ലസ്
പ്രോഡക്റ്റ് ഓഫ് മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആക്സിസ്. അപ്പോൾ കണ്ടോ, നമുക്കറിയാവുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ICM ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് XYക്ക് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയ IXY ആണ്. ആക്സിസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ D ആണെന്ന് കരുതുക. ബോഡിയുടെ ടോട്ടൽ മാസ് എത്രയാ? M ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ICMനോടൊപ്പം ആരെ കൂടി ആഡ് ചെയ്യണം? പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ഇതാണ് പാരലൽ ആക്സസ് തിയറം. അപ്പോൾ നോക്കാം, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് നമ്മുടെ ഒരു റിംഗ് ആണെന്ന് കരുതുക. റിങ്ങിൻ്റെ സെൻറ്ററിലൂടെ പോകുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാമല്ലോ. ആക്സിസ് സെൻറ്ററിലൂടെ ആണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ mr² ആണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഈ ഒരു എൻഡിലൂടെ ഒരു ആക്സിസ് പോയാൽ പുതിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കണ്ടുപിടിക്കാം? ന്യൂ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ICM പ്ലസ് മാസ് ഇൻറ്റു ഈ ആക്സിസുകൾ തമ്മിലുള്ള അകലം ആരാ? റേഡിയസ് തന്നെയല്ലേ. സോ അതിൻ്റെ സ്ക്വയർ mr². ICMൻ്റെ വാല്യൂ ഓൾറെഡി mr² ആണ്. അപ്പോൾ mr² പ്ലസ് mr² എത്രയായി മാറും? 2 ടൈംസ് mr². അപ്പോൾ പുതിയ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്ര കിട്ടി? 2 mr². അപ്പോൾ തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് ICM ആണെങ്കിൽ അതിനോടൊപ്പം എത്ര കൂടി ആഡ് ചെയ്യണം? ബോഡിയുടെ മാസിൻ്റെയും ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിൻ്റെയും പ്രോഡക്റ്റ് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ICM പ്ലസ് mr², അതായത് നമ്മുടെ ഇവിടുത്തെ ഡിസ്റ്റൻസ് 6 ആയതുകൊണ്ടാണ്. സിമിലർലി നമുക്കൊരു ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടി നോക്കാം. ഇത് നമ്മുടെ ഡിസ്ക്കാണ്. ഡിസ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം മാറ്റർ ഉണ്ട്. ഇതിൻ്റെ ICM എത്രയാണ്? സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ആക്സിസിന് അബൌട്ടായുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാമല്ലോ. ICM that is equal to mr²/2 ആണ്. mr²/2 ആണ്. വേർ r is the radius and m is the mass. നമുക്ക് കണ്ടുപിടിക്കേണ്ട മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇതിന് അബൌട്ടായിട്ടാണെന്ന് കരുതുക. അപ്പോൾ ഇതാണ് പുതിയ ആക്സിസ് XY. അപ്പോൾ ഇത് പാരലൽ ആക്സിസ് ആണ്. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ട മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് IXY ഈക്വൽ ടു തിയറം പറയുന്നു ICMനോടൊപ്പം m×d² ആഡ് ചെയ്താൽ മതി. ആരാണ് ICM? നമുക്ക് ഓൾറെഡി അറിയാവുന്ന സ്റ്റാൻഡേർഡ് വാല്യൂ അത് mr²/2 ആണ്. പ്ലസ് ബോഡിയുടെ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഈ ആക്സിസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് റേഡിയസ് അല്ലേ. അപ്പോൾ അത് വീണ്ടും ആരാ? mr² അല്ലേ. സോ mr² പ്ലസ് ഹാഫ് mr², ആൻസർ 3 mr²/2. അപ്പോൾ ഇതായിരിക്കും പുതിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ ഇതാണ് നമ്മുടെ പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു തിയറമാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന്. ഈ തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ലാമിനകൾക്കാണ് അല്ലെങ്കിൽ ഷീറ്റുകൾക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ലാമിന ഉണ്ടെന്ന് കരുതുക, ഒരു ഷീറ്റ് ഉണ്ടെന്ന് കരുതുക. ഇതിന് ഇങ്ങനെ ഒരു ആക്സിസ് പോകുന്നു. ഇതിൻ്റെ പേര് X. അതിന് പെർപെൻഡിക്കുലറായിട്ട് കടന്നു പോകുന്ന ആക്സിസ് Y ആണ്. അങ്ങനെയെങ്കിൽ ഇവർക്ക് രണ്ടു പേർക്കും പെർപെൻഡിക്കുലറായ മൂന്നാമത്തെ ആക്സിസ് Z ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നമുക്കറിയാം നമ്മുടെ തിയറം പറയുന്നു Xന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IX. അതിന് പെർപെൻഡിക്കുലറായ ഡയറക്ഷനിലുള്ളതാരാ? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IY ആണ്. അങ്ങനെയെങ്കിൽ ഇവർക്ക് രണ്ടു പേർക്കും പെർപെൻഡിക്കുലറായ ആക്സിസിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IZ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ തിയറം പറയുന്നത് ഇതാണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ പെർപെൻഡിക്കുലർ ആക്സിസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ ടു പെർപെൻഡിക്കുലർ ആക്സിസ് ഇൻ ദ പ്ലെയിൻ IZ ഈക്വൽ ടു IX പ്ലസ് IY ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ച് ഇതിൻ്റെയും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചില ബോഡികളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യകൾ കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. നമുക്കറിയാമല്ലോ ഒരു റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. അതാണ് നമ്മുടെ ICM അല്ലേ. ഈ ICMൻ്റെ വാല്യൂ നമുക്കറിയാം. ICM ഈക്വൽ ടു എത്രയാ? mr² ആണ്. ഇഫ് r ഈസ് ദ റേഡിയസ്. ഇനി നോക്കൂ, അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ എനി വൺ ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ? അപ്പോൾ നമുക്കറിയാം ഈ ഡയമീറ്ററിലൂടെ പോകുന്ന രണ്ട് ആക്സിസുകൾ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ രണ്ട് ആക്സിസുകൾ, ഒന്ന് Xഉം മറ്റൊന്ന് Yയും ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇത് നമ്മുടെ Z ആക്സിസ് അല്ലേ, പ്ലെയിനിന് പെർപെൻഡിക്കുലറായി നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റും IZ ഈസ് ഈക്വൽ ടു IX പ്ലസ് IY ആണ്. പക്ഷെ നമുക്കറിയാം IXഉം IYയും ഈക്വൽ ആണ്. എന്തുകൊണ്ടെന്നാൽ രണ്ടുപേരും പാസ് ചെയ്യുന്നത് ഡയമീറ്ററിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഇരുവശത്തെയും മാസ് ഡിസ്ട്രിബ്യൂഷനുകൾ സെയിമുമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാമല്ലോ. IZ ആണ് നമുക്കറിയാവുന്ന ICM അഥവാ mr².
സോ ദിസ് mr² എന്ന് പറയുന്നത് ix പ്ലസ് iy ആണ്. പക്ഷേ ix iy ഈക്വൽ ആണ്. അപ്പോൾ എനിക്കിതിനെ എഴുതാം 2ix അല്ലെങ്കിൽ ix അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എനി വൺ ഓഫ് ദ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു mr²/2 ആയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഡിസ്കിനെയും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മുടെ ഡിസ്കിൻ്റെ IZ അഥവാ ICM നമുക്കറിയാം. ഇതിനെ നമുക്ക് IZ എന്ന് വിളിക്കാം. അങ്ങനെയെങ്കിൽ ഡയമീറ്ററിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് IX ആണ്, ഇത് IY ആണ്, പക്ഷേ രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ എനിക്ക് എഴുതാം IZ ഈക്വൽ ടു 2 ടൈംസ് IX. IZ തന്നെയാണ് ICM. ഡിസ്ക് ആയതുകൊണ്ട് അത് mr²/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2IX. അങ്ങനെയെങ്കിൽ IX ഈസ് ഈക്വൽ ടു mr²/4 ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട്. ഡിസ്ക് ആണെങ്കിൽ അത് mr²/2 ഡയമീറ്ററിലൂടെ, റിംഗ് ആണെങ്കിൽ mr²/2ഉം ഡിസ്ക് ആണെങ്കിൽ അത് mr²/4ഉം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ മിക്കവാറും ഷേപ്പുകളുടെ ബോഡികളുടെയൊക്കെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ചില റെഗുലർ ഷേപ്പുള്ള ബോഡികളും സാധാരണയായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന ചില മൊമെൻ്റ് ഓഫ് ഇനേർഷ്യകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. അത് തിൻ റോഡ് ഓഫ് ലെങ്ത് L. ഒരു തിൻ റോഡാണ്. അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു ആക്സിസ് പാസ് ചെയ്താൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? അപ്പോൾ നോക്കിയാൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ml²/12 ആണ്. ഓർക്കുക, ഒരു റോഡിൻ്റെ സെൻറ്ററിലൂടെയാണ് ആക്സിസ് പോകുന്നതെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ml²/12 ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. കാരണം നമുക്കറിയാം, നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബാർ മാഗ്നറ്റ് നമുക്ക് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്താണ്? ടൈം പീരീഡ് 2π√I/mb. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വേണ്ടി വരും. അപ്പോൾ ബാർ മാഗ്നറ്റ് ആണ് ക്വസ്റ്റ്യനിലെങ്കിൽ നമുക്കതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയിട്ട് എടുക്കേണ്ടി വരിക ml²/12 ആണ്. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ചാപ്റ്ററിൽ നമ്മൾ അത്തരം പ്രോബ്ലംസ് കണ്ടിട്ടുണ്ട്. അടുത്തുണ്ട് തിൻ റോഡ് ഓഫ് ലെങ്ത് L-ൻ്റെ ഒരു എൻഡിലൂടെ ആണെങ്കിലോ? അപ്പോൾ ഇത് നമുക്ക് കാണാതെ അറിയാം ml²/12 ആണ്. അങ്ങനെയെങ്കിൽ ഒരു എൻഡിൽ അത് കണ്ടുപിടിക്കാൻ നമുക്ക് പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ചൂടെ? അപ്പോൾ ഇൻ കേസ് നമ്മൾ ഈ വാല്യൂ മറന്നുപോയാലും നമുക്ക് പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് അത് കണ്ടെത്താം. അതിൻ്റെ വാല്യൂ ഇങ്ങനെയാണ്, ml²/3 ആണ്. ഇനി നോക്കി അടുത്തത് റെക്ടാങ്കുലർ ലാമിന ഓഫ് ലെങ്ത് L ആൻഡ് ബ്രെഡ്ത്ത് B. അപ്പോൾ റെക്ടാങ്കുലർ ലാമിന ലെങ്ത് L-ഉം ബ്രെഡ്ത്ത് B-യുമാണ്. ഇക്വേഷൻ കണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ ml²/12ൻ്റെ അതേ ഫോർമാറ്റിലാണ്, m × L² + B²/12. അടുത്തത് സർക്കുലർ റിംഗ് ഓഫ് റേഡിയസ് R. അത് നമ്മളിപ്പോൾ പഠിച്ചതാണ്. റിങ്ങിൻ്റെ സെൻറ്ററിലൂടെ പോയാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ mr² ആയിരിക്കും. ഇനി സർക്കുലർ റിംഗ് ഓഫ് റേഡിയസ് അതിൻ്റെ ഡയമീറ്ററിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിലോ? നമ്മളിത് പഠിച്ചു, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് പഠിച്ചു. ICM mr² ആണെങ്കിൽ അതിൻ്റെ പകുതി മാത്രമേ ഡയമീട്രിക്കലി ഉണ്ടാകൂ. സോ ദാറ്റ് ഈസ് ½ mr². ഇനി അതിൻ്റെ ഒരു എഡ്ജിലൂടെയാണ് പോകുന്നതെങ്കിൽ അത് 3/2 mr². ഇത് നമുക്ക് പാരലൽ ആക്സിസ് തിയറം വെച്ച് വീണ്ടും കണ്ടുപിടിക്കാം. ഇത് mr²/2 ആണെങ്കിൽ ഒരു ആക്സിസ് അതിന് പാരലായിട്ടല്ലേ ഈ പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഓർക്കുക, 3/2 mr² ആയിരിക്കും. ഇനി സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് R നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡിസ്ക് ആണെങ്കിൽ അത് mr²/2 ആണ്. റേഡിയസ് R ആണെങ്കിൽ ഇത് mr²/2. റേഡിയസ് L ആണെങ്കിൽ ml²/2. ഓക്കെ. ഇനി ഡിസ്കിൻ്റെ ഡയമീറ്ററിലൂടെ ആണെങ്കിലോ? നമ്മൾ പഠിച്ചില്ലേ, ICM-ൻ്റെ പകുതി. അപ്പോൾ ml²/2 ആണ് ഇവിടെയെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് ml²/4 ആയി മാറും. വീണ്ടും പകുതിയായി മാറണ്ടേ? അടുത്തത് സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് R ടാൻജൻറ്റ് ഇൻ ഇറ്റ്സ് പ്ലെയിൻ. ടാൻജൻ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ 5/4 ml². ഇനി സിലിണ്ടർ ആണെങ്കിൽ അത് mr²/2 ആണ്. അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ ആക്സിസിലൂടെ പോവുകയാണെങ്കിൽ അത് mr². എങ്ങനെയുള്ള ഹോളോ സിലിണ്ടർ ആണെങ്കിൽ അത് mr². സോളിഡ് സ്ഫിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. സോളിഡ് സ്ഫിയർ ആണെങ്കിൽ 2/5 mr². മറന്നു പോകരുത്, സോളിഡ് സ്ഫിയറിൻ്റെ സെൻറ്ററിലൂടെ പോയാൽ 2/5 mr². സോളിഡ് സ്ഫിയറിന് തന്നെ ഒരു സൈഡിലൂടെ പോവുകയാണെങ്കിൽ അത് 7/5 mr². അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 7/5 mr². ഇനി ഹോളോസ്ഫിയർ ഓഫ് റേഡിയസ് R ആണെങ്കിൽ അത് 2/3 mr². ഹോളോസ്ഫിയർ 2/3 mr² ആയിരിക്കും. ഇനി ഹോളോസ്ഫിയറിന് ഇനി ടാൻജൻ്റ് ആണെങ്കിൽ 5/3 mr². അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നും പഠിക്കേണ്ട, വളരെ പ്രധാനപ്പെട്ടത് മാത്രം പഠിക്കുക. ഇനി ചിലതൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് വാല്യൂസ് അറിയാമെങ്കിൽ പാരലൽ ആക്സിസ് തിയറം വെച്ചോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ചോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്തെടുക്കാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ചില ബോഡികളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യകൾ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അറിയാം. റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയാ? mr² ആണ്. ഈ റിങ് ഇതുപോലെ അങ്ങ് വലുതാവുകയാണെന്ന് കരുതുക. ഈ റിങ് അങ്ങ് വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് എന്താവും?
റിങ് നേരെ വലുതായി കഴിഞ്ഞാൽ അതൊരു ഹോളോ സിലിണ്ടർ ആയിട്ട് മാറും. റിങ് mr² ആണ്, അത് വലുതായാൽ അതൊരു ഹോളോ സിലിണ്ടറായി മാറും. അപ്പോൾ അയാളുടെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ mr² തന്നെ. ഓക്കെ, ഇനി അടുത്തൊരു ഡിസ്ക് ആണെന്ന് കരുതുക. ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാമല്ലോ. ഡിസ്ക് ആണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ mr²/2 ആണ്. അപ്പോൾ ഈ ഡിസ്ക് ആണ് വലുതാവുന്നതെങ്കിലോ, ഡിസ്ക് വലുതായി കഴിഞ്ഞാൽ അതെന്തായി മാറും? അതൊരു സോളിഡ് സിലിണ്ടർ ആയിട്ട് മാറും. അപ്പോൾ സോളിഡ് സിലിണ്ടറിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്ര തന്നെയാണ്? mr²/2 തന്നെ. ഇനി തീർച്ചയായിട്ടും നമ്മൾ കാണാതെ പഠിച്ചിരിക്കേണ്ടത് സോളിഡ് സ്ഫിയർ. സോളിഡ് സ്ഫിയറിൻ്റെ സെൻറ്ററിലൂടെ എങ്ങനെ കടന്നു പോയാലും, ഏത് ഡയമീറ്ററിലൂടെ അത് കടന്നു പോയാലും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? അത് 2/5 mr². ഇത് നമ്മൾ കാണാതെ പഠിച്ചേ പറ്റൂ, 2/5 mr². ഇനി ഇതിൻ്റെ ഒരു എഡ്ജിലൂടെ ആണെങ്കിലോ, അത് കാണാതെ പഠിക്കുക 7/5 mr². ഓക്കെ, അപ്പോൾ റിങ്ങും ഹോളോ സിലിണ്ടറും mr². റിങ് വലുതാവുമ്പോഴാണ് ഹോളോ സിലിണ്ടറായി മാറുക. ഡിസ്കിൻ്റെയും സോളിഡ് സിലിണ്ടറും mr²/2, സോളിഡ് സ്ഫിയർ 2/5 mr². അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ ഈ എർത്തുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ യൂസ് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ ഏതെടുക്കണം? 2/5 mr² എടുക്കണം. ഇനി ടാൻജൻറ്റിലൂടെയാണ് പോകുന്നതെങ്കിൽ അത് 7/5 mr² ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ബോഡികളുടെ സ്റ്റാൻഡേർഡ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യകൾ നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു ഫിഗർ തന്നിരിക്കുന്നു. ഇതിൻ്റെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കണ്ടുപിടിക്കണം. ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള 3 സ്ഫിയറുകൾ, 3 സ്ഫിയറുകളുടെയും റേഡിയസ് ഒക്കെ സെയിം ആണ്, ഐഡൻറ്റിക്കലാണ്. ഇങ്ങനെയാണ് ഒരു ആക്സിസ് പാസ് ചെയ്യുന്നത് കരുതുക. 3 സോളിഡ് സ്ഫിയറുകളാണ്. ഇവരുടെ എല്ലാം റേഡിയസ് 6 ആണ്. 6, ഇതിൻ്റെ റേഡിയസ് 6, ഇയാളുടെ റേഡിയസ് 6. കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോളിഡ് സ്ഫിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്കിതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ നമുക്കറിയാം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഓരോ ബോഡിയുടെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കണ്ടുപിടിച്ച ശേഷം നമ്മൾ അവരെ സാധാരണ നമ്പേഴ്സിന് ആഡ് ചെയ്യുന്നത് പോലെ ആഡ് ചെയ്താൽ മതി. ശരിയല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ഈ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഈ ബോഡി സോളിഡ് സ്ഫിയർ ആണ്. സോളിഡ് സ്ഫിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് പാസിംഗ് ത്രൂ ദ സെൻറ്റർ അല്ലേ? സെൻറ്ററിലൂടെ പോകുന്നത് കൊണ്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്ര ആയിരിക്കും? കാണാതെ പഠിക്കണം, 2/5 mr² ആയിരിക്കും. അപ്പോൾ ഈ സ്ഫിയറിൻ്റെ സെൻറ്ററിലൂടെയാണ് പാസ് ചെയ്യുക, അത് 2/5 mr² ആണ്. ഇനി നോക്കി, ഈ സ്ഫിയർ എടുത്താൽ ഈ സ്ഫിയറിൻ്റെ ഏതിലൂടെയാണ് ഈ ആക്സിസ് പോവുക? ടാൻജൻഷ്യലി അല്ലേ? ടാൻജൻഷ്യലിയാണ് പോകുന്നതെങ്കിൽ അത് 7/5 mr² ആണ്. പഠിച്ചിരിക്കണം. വീണ്ടും ഈ സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്താൽ അയാളുടെയും ടാൻജൻഷ്യലിയാണ് കടന്നു പോവുക. സോ അയാളുടെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ 7/5 mr². അപ്പോൾ 3 ബോഡികളുടെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആദ്യത്തെ ആളുടേത് 2/5 mr² പ്ലസ് രണ്ടാമത്തേത് 7/5 mr². വീണ്ടും മൂന്നാമത്തെ ആളുടേത് 7/5 mr². അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്ക് ആഡ് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5 mr² പ്ലസ് ഇവിടെ 2 തവണ ഉണ്ടല്ലേ, അപ്പോൾ 2 ഇൻറ്റു, അപ്പോൾ 14/5 mr². അപ്പോൾ ഇവരെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്താൽ എന്ത് വരും? mr²/14 + 2 അല്ലേ, 16 mr²/5 എന്ന് വരും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. I is equal to 16 mr²/5. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എത്ര ബോഡികളുണ്ടെന്ന് നോക്കുക, ഓരോരുത്തരുടെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക, ആ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യകളെല്ലാം കൂടി ആഡ് ചെയ്യുന്നു. ഇതിൻ്റെ സെൻറ്ററിലൂടെ പോകുന്നത് കൊണ്ട് 2/5 mr². ഇതിൻ്റെ രണ്ടുപേരുടെയും ടാൻജൻഷ്യൽ ആയതുകൊണ്ട് 7/5 mr² ഈച്ച്. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ടും കൂടി എത്രയായി? 14 mr²/5 ആയി. 3 പേരെയും കൂടി ആഡ് ചെയ്യുമ്പോൾ ആൻസർ 16 mr²/5 ആയിരിക്കും. മൂവിങ് ഓബ്ജക്റ്റുകൾക്ക് പൊസസ് ചെയ്യാൻ കഴിയുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. നമുക്കറിയാം m മാസുള്ള ഒരു ബോഡി v വെലോസിറ്റിയോടുകൂടി മൂവ് ചെയ്യുകയാണെങ്കിൽ അയാൾ പൊസസ് ചെയ്യുന്ന കൈനറ്റിക് എനർജി 12 mv² ആണ്. അതുപോലെ വർക്ക് എനർജി പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്കറിയാം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. അതാണ് കൈനറ്റിക് എനർജിയുടെ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ട്രാൻസ്ലേഷണൽ മോഷനിൽ അയാൾക്ക് ലീനിയർ കൈനറ്റിക് എനർജി ഉള്ളതുപോലെ തന്നെ റൊട്ടേഷണൽ മോഷനിലുള്ള ഒരു ബോഡിക്ക് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം ട്രാൻസ്ലേഷണൽ മോഷനിലെ കറസ്പോണ്ടിങ് ടേമുകളെ അതിൻ്റെ അനലോഗസ് ടേം കൊണ്ട് റീപ്ലേസ് ചെയ്താൽ നമുക്ക് ഇവിടുത്തെ ടേംസ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ഇവിടുത്തെ ക്വാണ്ടിറ്റികളായിട്ട് മാറും. അപ്പോൾ അങ്ങനെയെങ്കിൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി നമുക്ക് കണ്ടുപിടിക്കാം. ലീനിയർ മോഷനിലെ കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താ? 12
എം വി സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കറസ്പോണ്ടിങ് ടേംസ് കൊണ്ട് മാറ്റിയാൽ ഹാഫ് നമുക്ക് അതുപോലെ ഉണ്ട്. മാസിന് പകരം ഇവിടെ ഉപയോഗിക്കുന്ന ടേം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്. ലീനിയർ വെലോസിറ്റിക്ക് പകരം ആംഗുലാർ വെലോസിറ്റി. സോ കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഇതാണ്, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്നായിരിക്കും. അപ്പോൾ ഒരു ബോഡി പ്യുവറായിട്ട് റൊട്ടേഷണൽ മോഷനിലാണെങ്കിൽ അയാൾ പൊസസ് ചെയ്യുന്ന കൈനറ്റിക് എനർജി ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആയിരിക്കും. കൈനറ്റിക് എനർജി ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതിനെ കമ്പോണൻറ്റുകളാക്കാൻ പറ്റില്ല, മറന്നു പോകരുത്. കൈനറ്റിക് എനർജിക്ക് കമ്പോണൻറ്റുകളില്ല, അത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇക്വേഷൻ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഒരു റിജിഡ് ബോഡിക്ക് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള മോഷനുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. അത് ട്രാൻസ്ലേഷണൽ മോഷൻ ആകാം, റൊട്ടേഷണൽ മോഷൻ ആകാം, സ്പിന്നിങ് ആകാം, റോളിംഗ് ആകാം. അപ്പോൾ നമ്മൾ അതിൽ കൺസിഡർ ചെയ്യാൻ പോകുന്ന മോഷനാണ് റോളിംഗ് മോഷൻ. എന്താണ് റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞാൽ? റൊട്ടേഷണൽ മോഷൻ പ്ലസ് ട്രാൻസ്ലേഷണൽ. ഒരു ബോഡി ട്രാൻസ്ലേഷണൽ മൂവ്മെൻറ്റ് നടത്തും, പോകുന്നതിനോടൊപ്പം അത് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. ആ കോമ്പിനേഷനെയാണ് നമ്മൾ റോളിംഗ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ബോഡി സർഫസിലൂടെ റോൾ ചെയ്ത് പോവുകയാണെന്ന് കരുതുക. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ ആ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നു. ഒപ്പം അയാളുടെ സെൻറ്റർ ഓഫ് മാസ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ കണ്ടോ, ഈ ബോഡിക്ക് ട്രാൻസ്ലേഷണലി മൂവ്മെൻറ്റ് ഉണ്ടായി, അതോടൊപ്പം തന്നെ റൊട്ടേഷനും ഉണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും ഉണ്ടാവണം, അതുപോലെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും ഉണ്ടാവണം. നമുക്കറിയാലോ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? ഹാഫ് എം വി സ്ക്വയർ. അതുപോലെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയോ ഹാഫ് ഐ ഒമേഗ സ്ക്വയറുമാണ്. അങ്ങനെയെങ്കിൽ ഈ ബോഡി പൊസസ് ചെയ്യുന്ന ടോട്ടൽ കൈനറ്റിക് എനർജി എന്താണ്? ബോഡി പൊസസ് ചെയ്യുന്ന ടോട്ടൽ കൈനറ്റിക് എനർജി നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷണൽ പ്ലസ് കൈനറ്റിക് എനർജി റൊട്ടേഷണൽ. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതായിരിക്കും ഈ ബോഡി പൊസസ് ചെയ്യുന്ന ടോട്ടൽ കൈനറ്റിക് എനർജി. അപ്പോൾ ഒരു ബോഡി റോളിംഗ് മോഷനിലാണെങ്കിൽ ആ ബോഡിയുടെ കൈനറ്റിക് എനർജി ആരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുക? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും ഉണ്ടാകും. ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. അപ്പോൾ റോളിംഗ് മോഷനിലെ ബോഡിയുടെ കൈനറ്റിക് എനർജി രണ്ട് തരത്തിലാണ് കിട്ടുക. ഒന്ന് ട്രാൻസ്ലേഷണൽ മോഷൻ വഴിയും മറ്റൊന്ന് അതിൻ്റെ റൊട്ടേഷൻ വഴിയും. അപ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി കണ്ടോ, ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്താൽ ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാമല്ലോ എം കെ സ്ക്വയർ ഇൻ ടേംസ് ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അതുപോലെ നമുക്കറിയാലോ വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗയാണ്. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗയാണ്, അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. അപ്പോൾ രണ്ട് ടേംസിലും നമുക്ക് ഹാഫ് എം വി സ്ക്വയർ കോമൺ ആയി പുറത്തെടുക്കാം. സോ ഹാഫ് എം വി സ്ക്വയർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്നാണ് അല്ലേ? ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അപ്പോൾ നമുക്കൊരു സംശയം, എന്താണ് ഈ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ നമുക്ക് നോക്കാം. നോക്കി, ഒരു ബോഡി ഇൻക്ലൈൻഡ് സർഫസിലൂടെ ഉരുണ്ട് വരുന്നു എന്ന് കരുതുക. ഒരു ബോഡി ഇൻക്ലൈൻഡ് സർഫസിലൂടെ ഉരുണ്ട് വരികയാണ്. അപ്പോൾ ആദ്യം ഉരുണ്ട് വരുന്ന ഒരു റിംഗ് ആണെന്ന് കരുതുക. അപ്പോൾ റിംഗ് ആണെങ്കിൽ റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്താ? റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് എം ആർ സ്ക്വയർ ആണ്. റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എം ആർ സ്ക്വയർ ആണ്. ഈ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനായ എം കെ സ്ക്വയറുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. എം കെ സ്ക്വയറുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ എമ്മും എമ്മും ക്യാൻസൽ ആകും. അങ്ങനെയെങ്കിൽ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു 1 ആയിരിക്കും. ശരിയല്ലേ? ഈ ഉരുണ്ട് വരുന്ന ബോഡി ഒരു ഡിസ്ക് ആണെങ്കിലോ, ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എം ആർ സ്ക്വയർ ബൈ 2 ആണ്. അതിനെ സ്റ്റാൻഡേർഡ് ഇക്വേഷനായ എം കെ സ്ക്വയറുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു 1/2. കണ്ടോ? അപ്പോൾ റിംഗ് ആണെങ്കിൽ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ 1 ആണ്, ഡിസ്ക് ആണെങ്കിൽ അത് 1/2 ആണ്. ഇങ്ങനെ എല്ലാ ബോഡികളുടെയും കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ വാല്യൂ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ചോദ്യം, ഒരു സ്ഫിയറിൻ്റെ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ വാല്യൂ എത്രയാണ്? നോക്കി, സ്ഫിയറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ 2/5 എം ആർ സ്ക്വയർ ആണ്. ഇതിനെല്ലാം സ്റ്റാൻഡേർഡ് ഇക്വേഷനായ എം കെ സ്ക്വയറിനോട് ഇക്വേറ്റ് ചെയ്യുക. എമ്മും ക്യാൻസൽ ആകുന്നു. അങ്ങനെയെങ്കിൽ കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു എത്രയാ? 2/5 ആയിരിക്കും.
ഡൗട്ട് കിട്ടിയോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ ബോഡികളുടെയും കൈനറ്റിക് എനർജി കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഒരേ മാസമുള്ള റിങ്, ഡിസ്ക്, സ്ഫിയർ ഇങ്ങനെ ഉരുണ്ട് വരികയാണെന്ന് കരുതുക, റോൾ ചെയ്ത് വരികയാണെന്ന് കരുതുക. ആർക്കാണ് കൈനറ്റിക് എനർജി കൂടുതൽ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓരോരുത്തരുടെയും k²/r² വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കൈനറ്റിക് എനർജി റോളിംഗ് ബോഡിയുടെ. അപ്പോൾ കൈനറ്റിക് എനർജി ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും, വാട്ട് ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് എനർജി ഈസ് റൊട്ടേറ്റിംഗ്? അതായത് റൊട്ടേഷണൽ മോഷൻ വഴി കിട്ടിയ കൈനറ്റിക് എനർജി എത്രയാണ്? അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ടോട്ടൽ കൈനറ്റിക് എനർജി അപ്പോൺ ആര്? കൈനറ്റിക് എനർജി ഡ്യൂ ടു റൊട്ടേഷൻ. നമുക്ക് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഫ്രാക്ഷനൊക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി ആരാ? ½ v² × 1 + k²/r². അപ്പോൾ കൈനറ്റിക് എനർജി ഡ്യൂ ടു റൊട്ടേഷൻ ആരാണ്? ½ I⍵². അപ്പോൾ ഇങ്ങനെയൊക്കെ ഫ്രാക്ഷനായിട്ട് വാല്യൂ കണ്ടുപിടിക്കാനും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. നമ്മുടെ ഈ റൊട്ടേഷണൽ ഡൈനാമിക്സിലെ പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള 1-2 ഫോർമുലകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കി, ആദ്യം പറയുന്നു റിലേഷൻ ബിറ്റ്വീൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് ആംഗുലാർ മൊമെന്റം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐയും ആംഗുലാർ മൊമെന്റം എല്ലുമാണ്. അവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോർമുല കണ്ടോ? L = I⍵. ആംഗുലാർ മൊമെന്റം L = ആരാണ്? I⍵. അപ്പോൾ നോക്കി, നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം പറയുന്നത് എന്താണ്? നിങ്ങളൊരു ടോർക്ക് അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ, ടോർക്ക് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം എങ്ങനെ നിൽക്കും? അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരു ബോഡിയുടെ പുറത്ത് നമ്മൾ എക്സ്റ്റേണലായി ടോർക്ക് ഒന്നും തന്നെ അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ അയാളുടെ ആംഗുലാർ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ആംഗുലാർ മൊമെന്റം I⍵യാണ്. ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയാൽ I⍵യും എന്താകേണ്ടി വരും? I⍵യും ഒരു കോൺസ്റ്റന്റ് ആകേണ്ടി വരും. I⍵ കോൺസ്റ്റന്റ് ആകണമെങ്കിൽ I ∝ 1/ω ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഇങ്ങനെ പറയാം. ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ I ഈസ് പ്രൊപ്പോർഷണൽ ടു 1/ω ആയിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ എൻട്രൻസ് പരീക്ഷയ്ക്കും അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, ആംഗുലാർ മൊമെന്റം L എന്ന് പറഞ്ഞാൽ I × ω ആണ്. അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം, ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ടോർക്ക്, ടോട്ടൽ ആംഗുലാർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആകണമെങ്കിൽ I⍵ ഒരു കോൺസ്റ്റന്റ് ആവണം. അപ്പോൾ I-യും ω-യും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതിൻ്റെ അർത്ഥം നമ്മുടെ I എന്ന് പറയുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടിയാൽ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. ശരിയല്ലേ? അപ്പോൾ നമ്മളിതിൻ്റെ എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷനായിട്ട് പഠിച്ചിട്ടുണ്ട് ബാലറ്റ് ഡാൻസേഴ്സ് ഇങ്ങനെ ഹൈ സ്പീഡിൽ സ്പിൻ ചെയ്യണമെങ്കിൽ അവരവരുടെ കൈകൾ ബോഡിയോട് ചേർത്ത് വെക്കണം. കാരണം കൈ ബോഡിയോട് ചേർത്ത് വെക്കുമ്പോൾ അവരുടെ മാസ് ഡിസ്ട്രിബ്യൂഷൻ കുറയുന്നു, ആക്സസിനോട് ചേർന്നിരിക്കുന്നു. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയും. കൈ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് വെക്കുമ്പോഴോ നമ്മുടെ ബോഡിയുടെ മാസ് ഇങ്ങോട്ട് കൂടി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാസ് ഡിസ്ട്രിബ്യൂഷൻ ആക്സസിൽ നിന്ന് വളരെ ദൂരെയാണ്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടും, സ്പീഡ് കുറയുകയും ചെയ്യും. അപ്പോൾ ഹൈ സ്പീഡിൽ കറങ്ങാൻ കൈ അവർ ബോഡിയോട് ചേർത്ത് വെക്കാൻ കാരണം കൈ ബോഡിയോട് ചേർത്ത് വെക്കുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയും. അപ്പോൾ അതിനനുസരിച്ച് ω എന്ത് ചെയ്യും? കൂടും. ശരിയല്ലേ? അപ്പോൾ ഇതുപോലുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്, ഈ സ്പീഡ് കൂടുന്നത് എന്തുകൊണ്ട് അല്ലെങ്കിൽ കുറയുന്നത് എന്തുകൊണ്ട്, സ്പീഡിന് എന്ത് സംഭവിക്കും, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താവും എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഇത് ഓർക്കുക. ആംഗുലാർ മൊമെന്റം അവിടെ കൺസേർവ്ഡ് ആണെങ്കിൽ I ∝ 1/ω ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ വേറെയും പഠിച്ചിട്ടുണ്ട് കെപ്ലേഴ്സ് ലോയിൽ. കെപ്ലറിൻ്റെ സെക്കൻഡ് ലോ പറയുന്നുണ്ട് ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ്. നമ്മുടെ സണ്ണിൽ നിന്ന് വളരെ ദൂരെ പ്ലാനറ്റ് പോകുമ്പോൾ സ്പീഡ് കുറയും, എന്നാൽ അടുത്തേക്ക് വരുമ്പോഴോ ഹൈ സ്പീഡിൽ പോവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണ്. ആ സിസ്റ്റത്തിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുമ്പോൾ സിസ്റ്റത്തിൻ്റെ സ്പീഡ് കുറയും. എന്നാൽ ഈ പാർട്ടിക്കിൾസ് അടുത്തടുത്ത് വരുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയുകയും അപ്പോൾ അത് കോൺസ്റ്റന്റ് ആയിട്ട് കൺസർവ് ചെയ്യപ്പെടണമെങ്കിൽ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൂടുകയും വേണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ I-യും ω-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത റിലേഷൻ കണ്ടോ? റിലേഷൻ ബിറ്റ്വീൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് ടോർക്ക്. നമുക്കറിയാം ഫോഴ്സും മാസും തമ്മിൽ എന്താ റിലേഷൻ? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്നു F = ma. കറസ്പോണ്ടിങ് ടേംസ് കൊണ്ട് റീപ്ലേസ് ചെയ്താലോ ഫോഴ്സ് എന്നുള്ളത് ടോർക്കായി മാറുന്നു, മാസിന് പകരം മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ലീനിയർ ആക്സിലറേഷന് പകരം ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ. ഓക്കെ, അപ്പോൾ കൊണ്ട് ടോർക്ക് ആൽഫ I തമ്മിലുള്ള റിലേഷൻ ഇതാണ്. ടോർക്ക് = I⍵. അപ്പോൾ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇക്വേഷനുകളാണ്. മറന്നുപോകരുത്. L = I⍵, ടോർക്ക് I⍵യുമാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അപ്പോൾ നമ്മൾ കണ്ടു, നമ്മളൊരു എക്സ്റ്റേണൽ ടോർക്ക് അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ ആംഗുലാർ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് കൺസർവ് ചെയ്യപ്പെടും. ആംഗുലാർ മൊമെന്റം L = I⍵ ആണ് അല്ലേ? L = I⍵. അപ്പോൾ L കോൺസ്റ്റന്റ് ആയാൽ I-യും ω-യും
കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ I പ്രപ്പോർഷണൽ ടു 1/ω നമ്മൾ കണ്ടു. ഇനി നോക്കിയാൽ ഒമേഗയും ടൈം പീരീഡും തമ്മിൽ എന്താ റിലേഷൻ? ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t ആണ്. ഒമേഗ 2π/t ആണ്. അപ്പോൾ നമുക്ക് മിക്കവാറും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണിത്. കണ്ടോ, I1 ω1 ഈസ് ഈക്വൽ ടു I2 ω2 ആണ്. അങ്ങനെയെങ്കിൽ I1 × 2π/t1 ഈക്വൽ ടു I2 × 2p/t2 ആണ്. നോക്കൂ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാ ഇങ്ങനെ വരാം. നമ്മുടെ എർത്തിൻ്റെ റേഡിയസ്, ഓക്കെ, എർത്തിൻ്റെ ഇപ്പോഴത്തെ ടൈം, ഈ റേഡിയസ് R1 ആണ്, ടൈം പീരീഡ് T1 ആണ്. ഓക്കെ, ഒരു കണ്ടീഷനിൽ നമ്മുടെ എർത്തിൻ്റെ റേഡിയസ് ഹാഫായി മാറി, റേഡിയസ് R/2 ആയിട്ട് മാറി. അങ്ങനെയെങ്കിൽ പുതിയ ടൈം പീരീഡ് എന്തായിരിക്കും? ഇതാണ് ചോദ്യം. എർത്തിൻ്റെ മാസിനൊന്നും മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യം, ഇവരുടെ ആംഗുലാർ മൊമെൻറ്റം കൺസിഡർ ചെയ്യുന്ന എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ I1 ω1, ആദ്യത്തെ ആംഗുലാർ മൊമെൻറ്റം I1 ω1 തന്നെ ആയിരിക്കണം. രണ്ടാമത്തേത് L2 ഈസ് ഈക്വൽ ടു I2 ω2. ശരിയല്ലേ? അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടുപേരും ഈക്വൽ ആണ്. അപ്പോൾ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ ഇക്വേഷൻ ഇങ്ങനെ വരും. I1 × ω1 പകരം 2π/T1 ഈസ് ഈക്വൽ ടു I2 × ω2 ആരാ? 2π/T2 ആണ്. ഇനി നമുക്ക് ആ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വേണ്ടേ? ആരാണ്? സ്ഫിയർ അല്ലേ? എർത്ത് ആയതുകൊണ്ട് തന്നെ സ്ഫിയർ ആണ്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ 2/5 mr² × 2π/T1 ഈസ് ഈക്വൽ ടു, ഇപ്പോഴത്തെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ 2/5 m × റേഡിയസ് പകുതിയായല്ലോ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ R²/4 × 2π/T2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T2 ആണ്. അപ്പോൾ ഇവിടെ ആരൊക്കെ ക്യാൻസൽ ആവുന്നേ? 2/5 mr², 2/5 mr², 2π ക്യാൻസലായി. അങ്ങനെയെങ്കിൽ T2 ഈസ് ഈക്വൽ ടു എന്ത് വരും? T2 ഈസ് ഈക്വൽ ടു T1/4. അപ്പോൾ പുതിയ ടൈം പീരീഡ് ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ 1/4 ആയിട്ട് മാറിയില്ലേ? നമുക്കറിയാം ഒരു ദിവസം ടൈം പീരീഡ് 24 hours ആണെങ്കിൽ ഇതിപ്പോൾ 24/4 ആയില്ലേ? അങ്ങനെയെങ്കിൽ 6 hours ആയിട്ട് മാറും ടൈം പീരീഡ് ഒരു ദിവസത്തെ. അപ്പോൾ എർത്തിൻ്റെ റേഡിയസ് R/2 ആയി മാറിയാൽ ടൈം പീരീഡ് എത്രയായി മാറുന്നു? 6 hours ആയിട്ട് മാറുകയാണ് ചെയ്യുക. കാരണം റേഡിയസ് കുറയുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കുറയും. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കുറഞ്ഞാൽ അതിൻ്റെ റൊട്ടേറ്റിംഗ് സ്പീഡ് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ കുറച്ച് സമയം മതി കറങ്ങി വരാൻ. അപ്പോൾ ഇങ്ങനെ എർത്തുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്. ഒന്ന് I1 ω1 ഈക്വൽ ടു I2 ω2. ഇനി എർത്തിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഏതാണ്? 2/5 mr² ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മോഷൻ ഓഫ് എ റോളിംഗ് ബോഡി. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കാം, ഒരു ബോഡി റോൾ ചെയ്ത് വരികയാണ്. ഒരു ഇൻക്ലൈൻ സർഫസ് ഉണ്ട്. നമുക്ക് ഈ ഇൻക്ലിനേഷൻ തീറ്റയാണെന്ന് കരുതുക. ഇതിൻ്റെ ഹൈറ്റ് ഗ്രൗണ്ടിൽ നിന്ന് h ഹൈറ്റാണ്. ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഒരു ബോഡി ഉരുണ്ട് താഴേക്ക് വരുന്നത്. ഇയാളുടെ മാസ് m ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ബോഡിക്ക് ഇപ്പോഴുള്ള എനർജി പൊട്ടൻഷ്യൽ എനർജി അല്ലേ? ഹൈറ്റിലിരിക്കുന്നത് കൊണ്ട് എനർജി പൊട്ടൻഷ്യൽ എനർജിയാണ്. മാസ് m ആണ്, ഹൈറ്റ് h ആണ്. സോ പൊട്ടൻഷ്യൽ എനർജി mgh. ഈ ബോഡി ഉരുണ്ട് താഴേക്ക് വരുന്നു. ഈ ബോഡി ഉരുണ്ട് താഴേക്ക് വരുമ്പോൾ രണ്ട് മൂവ്മെൻറ്റുകൾ, ഒന്ന് ഇതിൻ്റെ റൊട്ടേഷൻ, മറ്റൊന്ന് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ. അങ്ങനെയെങ്കിൽ ഏറ്റവും താഴെ എത്തുമ്പോൾ ഇയാളുടെ എനർജി പ്യുവർലി കൈനറ്റിക്കായി മാറും. ആ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലോ. ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv² × 1 + k²/r² ആണ്. k²/r² എങ്ങനെയാണ് ഓരോ ബോഡിയുടേതും കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നോക്കി, ഏറ്റവും മുകളിലിരിക്കുമ്പോൾ എനർജി പൊട്ടൻഷ്യൽ ആണെങ്കിൽ അത് ഏറ്റവും താഴെ എത്തുമ്പോഴേക്കും പ്യുവർലി കൈനറ്റിക്കായി മാറും. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് ഈ പൊട്ടൻഷ്യൽ എനർജി താഴെ എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജിക്ക് തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ടുപേരെയും കൂടി ഇക്വേറ്റ് ചെയ്താൽ എന്താ വരിക? mgh ഈസ് ഈക്വൽ ടു ½ mv² × 1 + k²/r². അപ്പോൾ ഇവിടെ നിന്ന് m ക്യാൻസലായി പോകുന്നു. നമുക്ക് വേണ്ടത് താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു എന്താ വരിക? v ഈസ് ഈക്വൽ ടു √2gh / 1 + k²/r². അപ്പോൾ കണ്ടോ, ഈ ബോഡി ഉരുണ്ട് താഴെ എത്തുമ്പോഴേക്കും വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇതാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് √2gh / 1 + k²/r². അപ്പോൾ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. മുകളിൽ നിന്ന് ഉരുണ്ട് വരുന്ന ബോഡികൾ റിങ്, അതുപോലെ നമ്മുടെ ഒരു ആരാണ് സ്ഫിയർ,
റിങ്, സ്ഫിയർ, ഡിസ്ക്, ഇങ്ങനെ 3 ബോഡികൾ ഉരുണ്ട് വന്നാൽ ഏറ്റവും ആദ്യം താഴെ എത്തുന്ന ബോഡി ആരാണ്? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവരുടെ വെലോസിറ്റി നമ്മൾ നോക്കിയാൽ മതി. ഓരോരുത്തരുടെയും k²/r² വാല്യൂ ഇട്ട് കൊടുക്കും. അപ്പോൾ ആർക്കാണോ വെലോസിറ്റി കൂടുതൽ അയാളായിരിക്കും ആദ്യം താഴെ എത്തുക. അപ്പോൾ നമ്മളവിടെ കണ്ടെത്തിയിട്ടുണ്ട് സ്ഫിയർ ആദ്യം താഴെ എത്തുമെന്ന്. ശരിയല്ലേ? അപ്പോൾ വെലോസിറ്റി കണ്ടെത്തേണ്ടത് ഇങ്ങനെയാണ്. ഇനി ആക്സിലറേഷൻ ആണെങ്കിലോ, ഉരുണ്ട് വരുന്ന ബോഡിയുടെ ആക്സിലറേഷൻ്റെ ഫോർമുല ഇതാണ്: g sin θ by 1 plus k²/r². അപ്പോൾ താഴേക്ക് ഉരുണ്ട് വരുന്ന ബോഡിയുടെ വെലോസിറ്റി ആണെങ്കിൽ √2gh/1 + k²/r² ആണ്. ഇനി ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അത് g sin θ by 1 + k²/r² ആണ്. അപ്പോൾ ഇവിടെ വേണ്ട ഫാക്ടർ ഒന്ന് ആംഗിൾ വേണം, മറ്റൊന്ന് k²/r². അത് നമുക്ക് ഓരോ ബോഡിയുടേതും കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എത്ര ഇൻക്ലിനേഷനിൽ നിന്നാണ് വരുന്നത് ആ തീറ്റ കൊടുക്കുക, k²/r² കൊടുക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 ഇക്വേഷനുകളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ റോളിംഗ് ബോഡിയുടെ താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റിയായി, അതുപോലെ തന്നെ ആക്സിലറേഷനായി. ഇനി എത്ര സമയം കൊണ്ടാണ് അയാൾ താഴെ എത്തുക? താഴെ എത്തുന്ന ടൈം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഇനിഷ്യലി മുകളിൽ റെസ്റ്റിലാണ്. സോ u = 0. ഫൈനൽ വെലോസിറ്റി ഇതാ നമ്മൾ മുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആക്സിലറേഷനും നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? റിലേഷൻ നമുക്കറിയാം, v = u + at ആണ്. അപ്പോൾ ഇവിടെ നിന്ന് u 0 ആയതുകൊണ്ട് തന്നെ t = എന്തായിരിക്കും? v/a ആയിരിക്കും. നമ്മുടെ വെലോസിറ്റിയെ ആക്സിലറേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടൈം t = √2h/g × 1 + k²/r². 2h/g × √2h/g × 1 + k²/r² ഇൻറ്റു റൂട്ടിന് പുറത്ത് 1/sin θ. അപ്പോൾ ഇതായിരിക്കും ടൈം. താഴെ എത്താനുള്ള ടൈം ഇങ്ങനെയാണ്: √2h/g × 1 + k²/r² ഇൻറ്റു 1/sin θ. അപ്പോൾ ഈ 1/sin θ റൂട്ടിനകത്തല്ല, റൂട്ടിന് പുറത്താണ്. അപ്പോൾ എന്തൊക്കെയായി? വെലോസിറ്റി, ആക്സിലറേഷനായി, അതുപോലെ തന്നെ ടൈമായി. ഇനി ഒരു ബോഡി ഇങ്ങനെ ഉരുണ്ട് വരുമ്പോൾ അത് സ്ലിപ്പ് ചെയ്യാതെ റോൾ ചെയ്ത് വരാൻ വേണ്ട മിനിമം ഫ്രിക്ഷൻ, സ്ലിപ്പ് ചെയ്യാതെ റോൾ ചെയ്ത് വരാൻ വേണ്ട മിനിമം ഫ്രിക്ഷൻ എന്ന് പറയുന്നത് tan θ / 1 + r²/k² ആയിരിക്കും. അപ്പോൾ ഒരു ബോഡി താഴേക്ക് ഉരുണ്ട് വരുമ്പോൾ വിത്തൗട്ട് സ്ലിപ്പിംഗ് അതിന് താഴേക്ക് റോൾ ചെയ്ത് വരാൻ വേണ്ട മിനിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ tan θ / 1 + r²/k² ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂസ് ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് വെലോസിറ്റി, ആക്സിലറേഷൻ, ടൈം, അതുപോലെ തന്നെ അതിന് വേണ്ട മിനിമം കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഒരു ഇൻക്ലൈൻഡ് സർഫസിലൂടെയുള്ള ഒരു സിലിണ്ടറിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം. മോഷൻ ഓഫ് എ സിലിണ്ടർ റോളിംഗ് ഡൗൺ അല്ലേ? അപ്പോൾ നോക്കി, ഒരു സിലിണ്ടർ മുകളിൽ നിന്ന് താഴേക്ക് ഉരുണ്ട് വരികയാണ്, ഇൻക്ലിനേഷൻ തീറ്റയാണ്. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സുകൾ ഏതൊക്കെ? വെയിറ്റ് നേരെ താഴേക്ക് mg, അതിന് 2 കമ്പോണൻ്റ് ആക്കുമ്പോൾ ഒന്ന് mg sin θ, ഒന്ന് mg cos θ. അപ്പോൾ ഇങ്ങോട്ട് ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് mg sin θയാണ്, അല്ലെങ്കിൽ അയാളുടെ ആക്സിലറേഷൻ g sin θയാണ്. അപ്പോൾ നമുക്ക് കമ്പോണൻറ്റുകളാക്കി മാറ്റാനായിട്ട് അറിയാം. അപ്പോൾ ഇങ്ങനെ ഈ ഉരുണ്ട് വരുന്ന ബോഡിയുടെ ലീനിയർ ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ ഇക്വേഷൻ g sin θ / 1 + k²/r² ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം സിലിണ്ടർ ആണെങ്കിൽ k²/r² എത്രയാണ് വരുന്നത്? ഇതൊരു സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ ഇക്വേഷൻ mr²/2 ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ദാറ്റ് ഈസ് ഈക്വൽ ടു mk² ആണ് അല്ലേ? അപ്പോൾ എന്താ വരിക? k²/r² = 1/2. k²/r² 1/2 വരും. അപ്പോൾ ഇക്വേഷനിൽ g sin θ by 1 + 1/2 that is equal to g sin θ by 3/2 that is equal to 2/3 times g sin θ. അപ്പോൾ ഇതായിരിക്കും അവിടുത്തെ ആക്സിലറേഷൻ, ദാറ്റ് ഈസ് 2/3 g sin θ. അപ്പോൾ ആക്സിലറേഷൻ ഇതുപോലെ നമുക്ക് എല്ലാ ബോഡികളിലും കണ്ടുപിടിക്കാം. അപ്പോൾ ഫോർമുലാസ് ഓർത്തിരിക്കേണ്ടത് വെലോസിറ്റി, ആക്സിലറേഷൻ, ടൈം, അതുപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ സാധാരണയായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരു ഡിസ്ക് ഉണ്ടാകും, ആ ഡിസ്കിൻ്റെ ഒരു പാർട്ട് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് പാർട്ടിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണ് എന്നാണ് സാധാരണ ഒരു ചോദ്യം. നമുക്കിവിടെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം എ സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് r ആൻഡ് മാസ് 9m എ സ്മോൾ ഡിസ്ക് ഓഫ് റേഡിയസ് r/3 is removed from the disk as shown in the figure. Find the moment of inertia of the remaining disk about an axis perpendicular to the plane of the disk and through the point O. അപ്പോൾ കണ്ടു, ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നു ഒരു വലിയ ഡിസ്ക് ഉണ്ട്, വലിയ ഡിസ്കിൻ്റെ റേഡിയസ് 6 ആണ്, അയാളുടെ മാസ് എത്രയാണ്? മാസ് 9m ആണ്. അതിൽ നിന്നൊരു ചെറിയ ഡിസ്കിനെ നമ്മൾ റിമൂവ് ചെയ്ത ഡിസ്കിൻ്റെ റേഡിയസ് r/3 ആണ്. അങ്ങനെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻ ചെയ്യുന്ന പോർഷൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ആദ്യം ഒരു വലിയ ഡിസ്ക് ഉണ്ടായിരുന്നു, അയാളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. അതിൽ നിന്ന് നമ്മൾ ഈ ഒഴിവാക്കിയ ആളിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് റിമൈനിങ് കിട്ടും. അപ്പോൾ ചെയ്യേണ്ട പ്രോസസ്സ് ഇത്രയും. ആദ്യം ഇയാളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. എന്താണ് നമ്മുടെ വലിയ ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ? ഡിസ്ക് ആയതുകൊണ്ട് തന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ mr²/2 അല്ലേ? അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ mr²/2 ആണ്. പക്ഷേ മാസ് 9m ആണ്. അപ്പോൾ 9m × r²/2 ആണ് നമ്മുടെ ആദ്യത്തെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അതിൽ നിന്നാണ് നമുക്ക് ഈ കുഞ്ഞു പോർഷൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം. ആദ്യം കണ്ടുപിടിച്ച മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ചാൽ വലിയ ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I1. അതിൽ നിന്നും കുഞ്ഞു ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ മാത്രമേ റിമൈനിങ് പോർഷൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം വലിയ ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചു. വലിയ ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I1 എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ? ഡിസ്കിൻ്റെത് mr²/2 അല്ലേ? പക്ഷേ മാസ് എത്രയാണ്? 9m. അപ്പോൾ 9m മാസ് m ആയി mr²/2. ഇതാണ് നമ്മുടെ I1. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ കുഞ്ഞ് ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. എബൌട്ട് ആൻ ആക്സിസ് O. ഈ ഓയിലൂടെ ആക്സിസ് പോകുമ്പോൾ ഈ കുഞ്ഞ് ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയുണ്ടായിരുന്നു അത് നമുക്ക് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം അറിയണം ഇയാളുടെ മാസ് എത്രയാണെന്ന് അറിയണം. അയാളുടെ മാസ് എത്ര വരും നോക്കിയേ? R റേഡിയസിൽ മാസ് എത്രയുണ്ട്? 9m ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എത്ര മാസേ ഉണ്ടാവുള്ളൂ നോക്കി? πr² ഏരിയയിൽ 9m മാസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഏരിയ എത്രയേ ഉള്ളൂ? ഇയാളുടെ ഏരിയ π × r/3² അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മളെ മാസ് കണ്ടുപിടിച്ച് നോക്കടാ? πr² എന്ന് പറയുന്ന ഏരിയയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര ഏരിയ മാത്രമേ ഉള്ളൂ കുഞ്ഞ് ഡിസ്കിന്? π r/3² ഉള്ളൂ. πr² എത്ര മാസമുണ്ട്? 9m മാസമുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ഇതിൻ്റെ മാസ്. ഇപ്പോൾ റിമൂവ് ചെയ്ത മാസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത പോർഷൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പാരലൽ ആക്സിസ് തിയറം വെച്ച് ICM + md² എന്നല്ലേ നമ്മൾ പറഞ്ഞേ. അപ്പോൾ ICM എത്രയാണ്? ഇയാളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അയാളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? mr²/2 എന്നാണ് ഇക്വേഷൻ. mr²/2 m × റേഡിയസ് r/3. അപ്പോൾ mr/3² ഇത് mr²/2 ആണ്, പക്ഷേ റേഡിയസ് r/3 ആണ്. അതാണ് നമ്മുടെ ICM. അപ്പോൾ ഇത്രയും നമ്മുടെ കുഞ്ഞ് ഡിസ്കിൻ്റെ ICM ആണ്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കുഞ്ഞ് ഡിസ്കിൻ്റെ ഈ ആക്സിസിന് അബൌട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്. അപ്പോൾ അതിനായിട്ട് അബൌട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ പാരലൽ ആക്സിസ് തിയറം × m × ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഈ രണ്ട് Oയും O' തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണ്? ടോട്ടൽ 6 ആണ്. അതിൽ നിന്ന് r/3 കുറച്ചാൽ ബാക്കി 2r/3. അപ്പോൾ ഇത് നമ്മുടെ m, ഈ 2r/3 എന്നുള്ളതാണ് ആര്? നമ്മുടെ D. അപ്പോൾ നമുക്ക് കിട്ടി ½ mr². അതായത് നമ്മുടെ റിമൂവ് ചെയ്ത ആ കുഞ്ഞ് പോർഷൻ I2വിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? I2 = ½ mr². ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ബാലൻസ് വരുന്ന ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I1 - I2 അല്ലേ? അപ്പോൾ 9/2 mr² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.5 mr² അല്ലേ? 4.5 mr²ൽ നിന്ന് 0.5 mr² കുറയ്ക്കണം എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 4.5 mr² 0.5 പോയാൽ എത്ര വരും? 4 mr². അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് ഡിസ്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്താൽ വരുന്ന ബാലൻസ് വരുന്ന പോർഷൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയായിരിക്കും? 4 mr² ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ ചെയ്യേണ്ടത് ഇങ്ങനെ: ഇതിൻ്റെ ആദ്യമുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ നിന്ന് ഒഴിവാക്കിയ പോർഷൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. അതിന് ഡിഫറൻസ് എടുക്കുമ്പോൾ റിമൈനിങ് പോർഷൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയി. അപ്പോൾ ഇവിടെ നമുക്കൊരു കോമ്പോസിറ്റ് റോഡ് കാണാം. ഈ കോമ്പോസിറ്റ് റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കി, 2 റോഡുകളുണ്ട്. ആ 2 റോഡ് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സെക്ഷൻ്റെ മാസ് m-ഉം ഇത് 2m ആണ്. ഇതിൻ്റെ ലെങ്ത് L, ഇതിൻ്റെ ലെങ്ത് 2L ആണ്. അപ്പോൾ അതായത് ഇതിൻ്റെ ഇരട്ടി നീളമുള്ള ഒരു റോഡാണ്. അപ്പോൾ നമ്മൾ കോമ്പോസിറ്റ് റോഡായിട്ട് നമ്മൾ അതിനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഈ കോമ്പോസിറ്റ് റോഡിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? സെൻറ്റർ ഓഫ് മാസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം 2 പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോർമുല എന്താ? സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്: m1r1 + m2r2 ഡിവൈഡഡ് ബൈ m1 + m2. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ കണ്ടുപിടിക്കാറ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഈ 2 റോഡുകളെ നോക്കിയാൽ ഈ റോഡ് ഒരു യൂണിഫോം ക്രോസ് സെക്ഷനുള്ള റോഡാണ്. അപ്പോൾ ഈ റോഡിൻ്റെ മാത്രം സെൻറ്റർ ഓഫ് മാസ് എവിടെ ആയിരിക്കും? നമുക്കറിയാമല്ലോ, യൂണിഫോം ക്രോസ് സെക്ഷനുള്ള റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിലായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഈ റോഡ് മാത്രം നമ്മൾ ഇങ്ങോട്ട് മാറ്റി വരച്ചാൽ നമ്മുടെ ഇതൊരു റോഡ്,
അതിൻ്റെ മുകളിലായിട്ട് ഇവിടെ രണ്ടാമത്തെ നമ്മുടെ റോഡ്. ശരിയല്ലേ? അപ്പോൾ ഇയാളുടെ സെൻറ്റർ ഓഫ് മാസ് എവിടെ ആയിരിക്കും? L/2 ഡിസ്റ്റൻസ് എവേ ആയിരിക്കില്ലേ? അതായത് എക്സാക്ട് സെൻറ്ററിൽ L/2 ഡിസ്റ്റൻസ് എവേ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ റോഡിൻ്റെയോ, ഈ വെർട്ടിക്കലായി നിൽക്കുന്ന റോഡ് ടോട്ടൽ ലെങ്ത് 2L ആണ്. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അയാളുടെ എക്സാക്ട് മിഡിലായിരിക്കും. ആ ഡിസ്റ്റൻസ് L ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ആദ്യത്തെ ഹൊറിസോണ്ടൽ റോഡിൻ്റെ കോർഡിനേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് എക്സ് ആക്സിസിൽ ലൈ ചെയ്യുകയാണ്. എക്സ് ആക്സിസിൽ എത്ര ദൂരം? L/2. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് എനിക്ക് ഇങ്ങനെ എഴുതാം, L/2, y കോർഡിനേറ്റ് 0, കാരണം എക്സ് ആക്സിസിലാണ്. അതേസമയം ഇയാളുടേതാണെങ്കിലോ ഇത് വെർട്ടിക്കലി y ആക്സിസിൽ നിൽക്കുകയാണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 0, പക്ഷേ y കോർഡിനേറ്റ് ആരാ? y കോർഡിനേറ്റ് L ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? x1, y1. ഇതാണെങ്കിലോ x2, y2. അങ്ങനെയെങ്കിൽ നമ്മുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ കണ്ടോ? m1 r1 + m2 r2 / m1 + m2 ആണ്. r എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ അല്ലേ? അപ്പോൾ അത് നമുക്ക് എക്സും വൈയും കോർഡിനേറ്റ് എങ്ങനെ കണ്ടെത്താം? x ആണെങ്കിൽ m1 x1 + m2 x2 / m1 + m2. അപ്പോൾ നമുക്ക് x കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. നോക്കി, നമ്മുടെ m1 എന്ന് പറഞ്ഞാൽ m ആണ്. സോ m × x1 ആരാ? L/2 പ്ലസ് m2 x2 x കോർഡിനേറ്റ് 0 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് m + 2m എത്രയാ? 3m വരും. അങ്ങനെയെങ്കിൽ എക്സ് കോർഡിനേറ്റ് എത്ര വരിക? m ക്യാൻസൽ ആവുന്നു, L/6 എന്ന് വരും. അപ്പോൾ നമുക്ക് എക്സ് കോർഡിനേറ്റ് കിട്ടി. എക്സ് കോർഡിനേറ്റ് എത്രയാ? L/6. സെയിം പ്രൊസീജിയറിൽ നമുക്ക് y കോർഡിനേറ്റും കണ്ടുപിടിക്കാം. അപ്പോൾ y കോർഡിനേറ്റിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? m1 y1 പ്ലസ് m2 y2 ഡിവൈഡഡ് ബൈ m1 + m2. നമുക്ക് നോക്കാം. m1 ആദ്യത്തെ മാസ് m ആണ്. അതിൻ്റെ y കോർഡിനേറ്റ് എത്രയാണ്? y1 0 ആണ്. പ്ലസ് m2 രണ്ടാമത്തെ ആളുടെ മാസ് 2m ആണ്. അയാളുടെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് L ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എത്രയാ? m + 2m 3m. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് m ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക? 2L/3 എന്ന് കിട്ടും. അപ്പോൾ y കോർഡിനേറ്റ് കിട്ടിയല്ലോ. അപ്പോൾ x കോർഡിനേറ്റ് L/6ഉം y കോർഡിനേറ്റ് 2L/3ഉം ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ലൊക്കേഷൻ, സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? x കോർഡിനേറ്റ് L/6, 2L/3. ഓർഡേർഡ് പെയർ L/6, 2L/3 ആയിരിക്കും നമ്മുടെ ഈ കോമ്പോസിറ്റ് റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ. അപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ് ഈ റൊട്ടേഷണൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ചാപ്റ്ററിനെ നമുക്ക് പല പാർട്ടുകളായിട്ട് നമ്മൾ അതിനെ ഡീൽ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് റൊട്ടേഷണൽ മോഷൻ, അതിൽ നമ്മൾ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട പ്രോബ്ലംസ്, അതായത് നമ്മുടെ VC = U+AT അതിന് സമാനമായിട്ടുള്ള ഇക്വേഷൻസ് ഇവിടെ ഉണ്ടല്ലോ, ആ ഇക്വേഷൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്ന റൊട്ടേഷനിലെ കേസുകൾ നമ്മൾ നോക്കണം. അതിനുശേഷം കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മൾ കണ്ടില്ലേ, I1 ω1 = I2 ω2, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ സെൻറ്റർ ഓഫ് മാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ, വെലോസിറ്റി, ആക്സിലറേഷൻ, അത് ബോഡി ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ സെൻറ്റർ ഓഫ് മാസിന് എന്ത് മാറ്റം ഉണ്ടാവും, അതുപോലെ തന്നെ ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ഒരു ബോഡിയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്തായിട്ട് മാറും, അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുപോലെ കോമ്പോസിറ്റ് ടൈപ്പ് ഷേപ്പ് ഉള്ള വരുന്ന ബോഡികൾ, അപ്പോൾ അത്തരം ബോഡികളുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയായിരിക്കും, അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ റോളിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ടൈം, അതുപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സാധാരണ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പിന്നെ നമുക്കുണ്ടാകുന്ന ഒരു ഡിസ്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുന്ന ബോഡിയുടെ പുറത്ത് മറ്റൊരു ഡിസ്കിനെ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി എന്തായിട്ട് മാറും, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ. അതുപോലെ എർത്ത് ഷ്രിങ്ക് ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ ടൈം പീരീഡിന് എന്ത് ചേഞ്ച് ഉണ്ടാവും, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ നമ്മളിതിൽ കാണാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ ഓരോ ടോപ്പിക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും മിക്കവാറും വരിക. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചില കണ്ടന്റുകളാണ്.